ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين، أما بعد. اللهم اغفر لنا وارحمنا ولوالدينا ولمشايخنا ولأساتذتنا ولتلامذتنا ولشركائنا ولناظم هذه القصيدة ولجميع علماء الدين. اللهم انفعنا بهم وبعلومهم وأسرارهم وبركاتهم في الدارين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. പ്രിയ സഹോദരങ്ങളെ, ബുധനാഴ്ച നമ്മൾ പറഞ്ഞു വെച്ചത് ഹുവൽ ഹബീബുല്ലദീ തുർജാ ശഫാഅത്തുഹു ലികുല്ലി ഹൗലിൻ മിനൽ അഹ്വാലി മുഖ്തഹമീൻ. വളരെ അപകടകരമായ ഭീകരമായ വിപത്തുകളിലേക്ക് മൂക്കുകുത്തി വീഴുന്ന തരത്തിലുള്ള വലിയ പരിഭ്രമങ്ങളുടെ സാഹചര്യങ്ങളിൽ മഹത്തായ ശഫാഅത്തിനെ പ്രതീക്ഷിക്കപ്പെടുന്ന ഹബീബാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ഏറ്റവും വലിയത് പരലോകത്തിലുള്ള വലിയ ശഫാഅത്താണ്. എന്നാൽ അത് മാത്രമല്ല, ദുനിയാവിലുള്ള ഏത് തരത്തിലുള്ള പ്രയാസങ്ങളും വിഷമങ്ങളും പ്രതിബന്ധങ്ങളും ആണെങ്കിലും അവിടെയൊക്കെ ആ ഹബീബിന്റെ ശഫാഅത്ത് പ്രതീക്ഷിക്കപ്പെടുന്നു. എന്നാൽ പരലോകത്തേത് പ്രത്യേകം എടുത്തു പറയാൻ കാരണം, ദുനിയാവിൽ ചിലപ്പോൾ പല പ്രയാസങ്ങളിലും പ്രതിബന്ധങ്ങളിലും നമുക്ക് സഹായം ചെയ്യാനോ ശുപാർശ പറയാനോ വേറെയും ചില ആളുകൾ ഉണ്ടായെന്നിരിക്കാം. മറ്റ് ഔലിയാക്കന്മാരോ സ്വാലിഹീങ്ങളോ ആയ പലരും ഉണ്ടായെന്ന് വരാം. എന്നാൽ മറ്റാരെ കൊണ്ടും ഒരക്ഷരം പോലും ഉരിയാടാൻ പറ്റാതെ, ഒരു വാക്കുകൊണ്ടുപോലും സഹായിക്കാൻ പറ്റാത്ത ആ പ്രതിസന്ധി ഘട്ടത്തിൽ അവിടെ നിന്നുള്ള ശഫാഅത്ത് മാത്രമാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. എന്നാൽ ആ ഒരു ശഫാഅത്ത് മാത്രമല്ല അവിടത്തോട് നമുക്ക് പ്രതീക്ഷിക്കാനുള്ളത്. അത് രണ്ടും വേർതിരിച്ച് തന്നെ മനസ്സിലാക്കണം. അതായത് അവിടെ നിന്ന് മാത്രം പ്രതീക്ഷിക്കപ്പെടുന്ന മറ്റൊരാളിൽ നിന്നോട്ടും പ്രതീക്ഷിക്കാൻ പറ്റാത്ത ഒരു ശഫാഅത്തിന്റെ ഉടമയാണ് ആ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നതോടുകൂടി ആ ഒരു ശഫാഅത്ത് മാത്രമല്ല അവിടെ നിന്ന് പ്രതീക്ഷിക്കപ്പെടുന്നത്. നമ്മുടെ ദേഹത്തിലോ നമ്മുടെ ധനത്തിലോ നമ്മുടെ തൊഴിലിലോ നമ്മുടെ മക്കളിലോ നമ്മുടെ ഭാര്യയിലോ നമ്മുടെ കുടുംബത്തിലോ ഏത് തരത്തിലുള്ള വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വരുമ്പോൾ ആ വിഷയത്തിലൊക്കെ പരിഹാരത്തിന് വേണ്ടി ശഫാഅത്ത് ചെയ്യാൻ യോഗ്യനും ശഫാഅത്ത് ചെയ്യുന്നവരും മുഅ്മിനുകളായ ആളുകൾ മുഴുവനും ശഫാഅത്ത് പ്രതീക്ഷിക്കപ്പെടുന്നവരും കൂടിയാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തെ വാത്സല്യവും സമുദായത്തോടുള്ള കാരുണ്യവും സ്നേഹവും കണക്കാക്കിയാൽ കണക്കാകാത്തതാണ്. അതുകൊണ്ട് സ്വന്തം മാതാവിനേക്കാളും പിതാവിനേക്കാളും മറ്റാരെക്കാളും നമ്മെ സ്നേഹിക്കുന്ന ആ ഹബീബിന്റെ ശഫാഅത്ത് ദുനിയാവിലും ആഖിറത്തിലും ഏത് പ്രയാസങ്ങളുടെയും പ്രതിസന്ധികളുടെയും ഘട്ടത്തിൽ സത്യവിശ്വാസികളായ മുഅ്മിനുകൾ പ്രതീക്ഷിക്കുന്നു. അത് പ്രതീക്ഷിക്കാൻ അർഹതപ്പെട്ട ഹബീബാണ് അവിടുന്ന് എന്ന് പറഞ്ഞുകൊണ്ടാണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ നിർത്തിയത്. ഇനി തുടർന്നുള്ള ഏതാനും വരികൾ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹായി ബഹുമാനപ്പെട്ട ഇമാം ബൂസീരി തങ്ങൾ പറയുന്നുണ്ട്. ബഹുമാനപ്പെട്ട നമ്മളെ കാവുമ്പടി ഉസ്താദ് ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. ഉസ്താദിന്റെ ആ കവിത ആലാപനത്തിന് ശേഷം ഇൻഷാ അല്ലാഹ് അതിന്റെ അർത്ഥതലങ്ങളിലേക്ക് എത്തിനോട്ടം, ആഴങ്ങളിലേക്ക് ഇറങ്ങിക്കൊണ്ടുള്ള വിശദമായ ഒരു പഠനമൊന്നും നമ്മൾ ഉദ്ദേശിക്കുന്നില്ല. ഒരു കാരണം പറയുന്ന ആളതിന് അർഹനല്ല, മറ്റൊന്ന് നമ്മുടെ സമയം വളരെ പരിമിതമാണ്. മാസം ഇവിടെ കഴിയാൻ പോവുകയാണ്, എവിടെ എത്തൂല. അബൂജലാൽ ഉസ്താദ് പറഞ്ഞ് 2 മാസം കൊണ്ട് പൂർത്തിയാക്കാന്നാ, അതിനെ പൂർത്തിയാവൂല എന്നാ തോന്നുന്നു. അപ്പൊ കഴിയുന്നത്ര സമയം വിശദീകരണം, ആഴത്തിലേക്ക് ഇറങ്ങിക്കൊണ്ടുള്ള പഠനവും ഒഴിവാക്കി വളരെ പ്രധാനമായ ചില കാര്യങ്ങൾ മാത്രം പറഞ്ഞ് ചുരുക്കുകയാണ്. കാമ്പടി ഉസ്താദ് ഉണ്ടല്ലോ, ഇല്ലെങ്കിൽ ഇനി ചോലി ഉസ്താദ് ബാപ്പവി അവർ പാടിയാലും കുഴപ്പമൊന്നുമില്ല. രണ്ടിലൊരാള്
ഇനി വല്ല അസൗകര്യങ്ങളും ഉണ്ടോ കാവുമ്പടി ഉസ്താദിനെന്ന് മനസ്സിലായില്ല. ചിലപ്പം പഴയ തണുപ്പും കാലാവസ്ഥ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുമ്പോൾ പലർക്കും ജലദോഷവും പനിയും അസൗകര്യങ്ങളും ഒക്കെ ഉണ്ട്. അള്ളാഹുത്തആല എല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ് അള്ളാഹുവിന്റെ പൊരുത്തത്തിലും ത്വയത്തിലുമായി നൽകുമാറാകട്ടെ. ഞാൻ മൈക്കോട്ട്. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم دعا إلى الله فالمستمسكون به مستمسكون بحبل غير منفصم فاق النبيين في خلق وفي خلق فاق النبيين في خلق وفي خلق ولم يدانوه في علم ولا كرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم وكلهم من رسول الله ملتمس وكلهم من رسول الله ملتمس غرفا من البحر أو رشفا من الديم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم وواقفون لديه عند حدهم من نقطة العلم أو من شكلة الحكم فهو الذي تم معناه وصورته ثم اصطفاه حبيبا بارئ النسم منزه عن شريك في محاسنه فجوهر الحسن فيه غير منقسم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم ما شاء الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم وبه نستعين. دعا إلى الله دعا ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ ക്ഷണിച്ചു, പ്രബോധനം ചെയ്തു, ദഅവത്ത് നടത്തി. ആരെ? ദഅന്റെ മഫ്ഊലിനെ കളഞ്ഞുകൊണ്ടുള്ള ആണ് ബൈത്ത്. നമ്മൾ ബലാഗത്തിന്റെ ഫന്നിൽ പറയാറുണ്ടല്ലോ, മഫ്ഊലിനെ കളയുന്നത് ഉമൂമിന്റെ മേൽ അറിയിക്കും എന്ന് പറഞ്ഞാൽ ആരെ ക്ഷണിച്ചു എന്ന് പറയുകയാണെങ്കിൽ ആ പറഞ്ഞവരെ പെടുള്ളൂ, ബാക്കിയുള്ളവർ പെടൂല. അതേസമയത്ത് ആരെ എന്ന് പറയാതെ ക്ഷണിച്ചു എന്ന് മാത്രം അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞു, അല്ലാഹു യദഉ ഇലാ ദാരിസ്സലാം, അല്ലാഹു സലാമിന്റെ ഭവനാവുന്ന സ്വർഗത്തിലേക്ക് ക്ഷണിക്കുന്നു പറഞ്ഞു. ആരെ എന്ന് പറഞ്ഞില്ല. അപ്പൊ ക്ഷണിക്കാൻ പറ്റുന്ന ആരൊക്കെയുണ്ടോ അവരെ ഒക്കെ എന്നർത്ഥമാണ് അവിടെ. അതേ അർത്ഥമാണ് ഇവിടെ വീക്ഷിക്കപ്പെടുന്നത്. ആ തിരുദൂതർ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദഅവത്ത് ചെയ്തു, പ്രബോധനം നടത്തി, ക്ഷണിച്ചു. ആരെയൊക്കെ? മനുഷ്യരെയും ജിന്നുകളെയും മാത്രമല്ല, എണ്ണിയാലൊടുങ്ങാത്ത കോടാനുകോടി വരുന്ന അള്ളാഹുവിന്റെ മുഖറബീങ്ങളായ മലായികത്തുൽ കിറാമിനെ വരെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദഅവത്ത് നടത്തി. അപ്പൊ അതിലൊരു ഇഷ്കാല്,
മലായിക്കത്തുൽ കിറാമിന് എന്തിനാ ദഅവത്ത് നടത്തുന്നത്? മലായിക്കത്തുൽ കിറാം നേരത്തെ തന്നെ മുഖറബുകളല്ലേ, മാസൂമുകളല്ലേ? അതെ അതെ, അതങ്ങനെ തന്നെ. എല്ലാ മലായിക്കത്തും അള്ളാഹുവിന്റെ അടുക്കൽ മഹത്തായ സ്ഥാനമുള്ളവരും മുഖറബീങ്ങളും മാസൂമുകളുമാണ്. എന്നാലും തശ്രീഫിന്റെ ദഅവത്താണ് ബഹുമാനപ്പെട്ട മലായിക്കത്തിലേക്ക് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടത്തിയത്. തശ്രീഫ് രണ്ടു ഭാഗത്തിനുണ്ട്. ഒന്ന്, അള്ളാഹുവിന്റെ കലീമായ മൂസാ അലൈഹിസ്സലാം പോലും അള്ളാഹുവിന്റെ മുനാജാത്തിന്റെ സമയത്ത് പ്രാർത്ഥിച്ചത് അല്ലാഹുമ്മ ജഅൽനീ മിൻ ഉമ്മത്തി അഹ്മദ്, അള്ളാഹുവേ നീ ഏറ്റവും ഇഷ്ടപ്പെട്ട നിന്റെ അഷ്റഫുൽ ഖൽഖായ അഹ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിൽപ്പെട്ട ഒരു മെമ്പറാക്കി തരേണമേ അള്ളാഹുവേ എന്ന്. ഉലുൽ അസ്മുകളിൽപ്പെട്ട അള്ളാഹു നേരിട്ട് സംസാരിച്ച കലീമായ മൂസാ അലൈഹിസ്സലാമിന്റെ ദറജ എന്തായാലും മലായിക്കത്തിനില്ല. മലായിക്കത്തിനേക്കാൾ ഉന്നതമായ പദവിയിലുള്ളവരാണ് മുർസലീങ്ങളായ, അതിലൂടെ കൂടി ഉലുൽ അസ്മുകളായ മഹാന്മാർ. അതിൽപ്പെട്ട കലീമായ മൂസാ അലൈഹിസ്സലാം എന്നെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാവുന്ന അഹ്മദ് എന്ന നബിയുടെ ഉമ്മത്തിൽപ്പെട്ട ഒരു മെമ്പറാക്കണമേ എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് മാത്രമാണ് ആ ഒരു സ്ഥാനം. അപ്പൊ ആ ഉലുൽ അസ്മുകളുടെ ഒക്കെ പദവിയേക്കാൾ താഴെയുള്ള മുഖറബീങ്ങളായ മഅസൂമുകളായ മലായിക്കത്തുൽ കിറാം തീർച്ചയായും അങ്ങേയറ്റം ആഗ്രഹിച്ചിരുന്നതാണ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തുകളിൽ മെമ്പർഷിപ്പ് കിട്ടുക. അത് നേരിട്ട് തന്നെ സാധിപ്പിക്കാൻ കൂടിയായിരുന്നു ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ റബ്ബുൽ ഇസ്സത്ത് തമ്പുരാൻ മിഅ്റാജിന്റെ അന്ന് 7 ആകാശത്തിലേക്കും പിന്നീട് റബ്ബുൽ ഇസ്സത്ത് ഉദ്ദേശിച്ച എല്ലാ സ്ഥലങ്ങളിലേക്കും എത്തിച്ച് അത്തഹിയാത്തിന്റെ മുനാജാത്ത് റബ്ബുമായി നടത്തുന്ന സമയത്ത്, തഹയ്യത്തിന്റെ സമയത്ത് ബഹുമാനപ്പെട്ട അർശിനെ ചുമക്കുന്നവരും അർശിനെ തവാഫ് ചെയ്യുന്നവരുമായ മുഖറബുകളായ മലഉൽ അല ആദ്യമായി അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന പരിശുദ്ധ ഷഹാദത്ത് കലിമ ചൊല്ലി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തുകളിൽ മെമ്പർഷിപ്പ് എടുത്തതിന് ശേഷം അവിടെ നിന്നിങ്ങോട്ട് ഓരോ ആകാശങ്ങളിൽ നിന്നിട്ട് ആകാശങ്ങളിലേക്ക് കൈമാറി 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 വാനലോകത്തുള്ള മുഴുവൻ മലായിക്കത്തുൽ കിറാമും അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന മഹത്തായ ഷഹാദത്ത് കലിമ ഉച്ചരിച്ച് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തുകളിൽ മെമ്പർഷിപ്പ് എടുത്തു. അതിലൂടെ ഉലുൽ അസ്മുകളായ അംബിയാ മുർസലുകൾ പോലും കൊതിക്കുകയും ആഗ്രഹിക്കുകയും അള്ളാഹുവിനോട് ചോദിക്കുകയും ചെയ്ത ഇജ്അൽനീ മിൻ ഉമ്മത്തി അഹ്മദ് എന്ന് ദുആ ചെയ്ത ആ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തുകളിൽ പെടുക എന്ന സൗഭാഗ്യം, തശ്രീഫ്, അതിനു വേണ്ടിയിട്ടാണ് അവരിലേക്ക് അയക്കപ്പെട്ടത്. അതോടുകൂടി ഉമ്മത്തുകളുടെ എണ്ണത്തിനനുസരിച്ചാണ് നബിമാരുടെ ദർജകൾ വർദ്ധിക്കുന്നത്. എങ്കിൽ എണ്ണിയാലൊടുങ്ങാത്ത കോടാനുകോടികളുള്ള അള്ളാഹുവിന്റെ മലായിക്കത്ത് മുഴുവനും ആ ഹബീബിന്റെ ഉമ്മത്തിലെ മെമ്പർമാരാണെന്ന് വരുമ്പോൾ അതിനനുസരിച്ച് ഹബീബിന്റെ അറ്റമില്ലാത്ത ദർജക്ക് വീണ്ടും അറ്റമില്ലാത്ത വർധനവ് ലഭിക്കും. അങ്ങനെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും അതിൽ തശ്രീഫുണ്ട്. മനുഷ്യരിലേക്കും ജിന്നിലേക്കും ദഅവത്ത് നടത്തുന്നത് തശ്രീഇന്റേതാണ്. അഥവാ ശറഈ മത നിയമങ്ങൾ പഠിപ്പിക്കാനും അത് പ്രബോധനം ചെയ്യാനും അതിലൂടെ ജനങ്ങളെ സംസ്കരിച്ച് നന്നാക്കാനുമാണെങ്കിൽ അതിന് തശ്രീഇന്റെ ദഅവത്ത് എന്നാണ് പറയാം. എന്നാൽ മലായിക്കത്തുൽ കിറാമിലേക്കുള്ളതാണെങ്കിൽ തശ്രീഫിന്റെ ദഅവത്താണ്. അവർക്ക് തിരുനബി ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ടിട്ട് ഷറഫ് കിട്ടുക, ആ ഉമ്മത്ത് തങ്ങളുടെ ഉമ്മത്തിൽപ്പെട്ടതായി എന്നതുകൊണ്ട് ഉമ്മത്തിന്റെ വർധനവ് കൊണ്ട് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഷറഫ് കിട്ടുക. ആ നിലക്ക് തശ്രീഫിന്റെ ദഅവത്ത് മലായിക്കത്തിലേക്കും തശ്രീഇന്റെ ദഅവത്ത് മനുഷ്യർ ജിന്നിലേക്കും ഈ രണ്ട് ദഅവത്തും നടത്തിയ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാ പിന്നെ വെറും ഷറഫാണെന്ന് എഴുതി കുത്തിരിക്കൊന്നും വേണ്ട. ആദം നബി അലൈഹിസ്സലാമിൽ നിന്നിട്ടും ഇൽമു പഠിച്ചവരാണ് ബഹുമാനപ്പെട്ട മലായിക്കത്തുൽ കിറാമെങ്കിൽ ഈ ആദം നബി അലൈഹിസ്സലാമിനോടുന്ന ഇൽമു കിട്ടിയത് ഹംസിയയിൽ ബഹുമാനപ്പെട്ട ഇമാം ബുസ്രി തങ്ങൾ പറയുന്ന
لك ذات العلوم من عالم الغيب فمنه لآدم الأسماء. ആലിമുൽ ഗൈബാവുന്ന റബ്ബുൽ ഇസ്സത്ത് തമ്പുരാൻ നിന്നിട്ട് നേരിട്ട് ഇൽമിന്റെ നിറകുടമായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ നൂറാനിയത്ത് തന്നിൽ നിക്ഷിപ്തമായി എന്ന ബറക്കത്ത് കൊണ്ടാണ് ആദം നബി അലൈഹിസ്സലാമിന് ഈ ലോകത്തുള്ള സർവ്വവസ്തുക്കളുടെയും അസ്മാഇനെ അല്ലാഹു തആല പഠിപ്പിച്ചത്. എങ്കിൽ ഹബീബിന്റെ നൂറിന്റെ ബറക്കത്ത് കൊണ്ട് അസ്മാന്റെ ഇൽമ കിട്ടിയ ആദം നബി അലൈഹിസ്സലാം ആ അസ്മാന്റെ ഇൽമ മലായികത്തുൽ കിറാമിന് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ദാത്തുൽ ഉലൂം തന്നെ ലഭിച്ച ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നും മലായികത്തിന് ധാരാളം ഇൽമുകൾ പഠിക്കുന്നുണ്ട്. വിശദമായി പറയുമ്പോഴേ അതിനെപ്പറ്റി വിശദീകരണത്തിലേക്ക് കടക്കാൻ കഴിയുള്ളൂ. ഇപ്പൊ അത്ര മതി. ഏതായാലും ആട്ടെ, അങ്ങനെ മനുഷ്യർ, ജിന്നുകൾ, മലായികത്ത് എന്നിവരിലേക്കെല്ലാം ആ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവരോടൊക്കെ ദഅവത്ത് ചെയ്തു. എങ്ങോട്ടാണ് അവരെ പ്രബോധനം ചെയ്തത്, ദഅവത്ത് ചെയ്തത്? ഇലല്ലാഹ്, അല്ലാഹുവിന്റെ പരിശുദ്ധ ദീനിലേക്ക്. അനെ ഇലാ തൗഹീദിഹി വ തഅത്തിഹി വൽ ഇഖ്റാർ ബി റസൂലിhi സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാ ഇലല്ലാഹ് എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ മാർഗത്തിലേക്ക് ദഅവത്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ തൗഹീദ് അംഗീകരിച്ച് ജീവിക്കാനും അല്ലാഹുവിന് വഴിപ്പെട്ട് തഅത്ത് ചെയ്യാനും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു നിയോഗിച്ചയച്ച അവന്റെ അംബിയാ മുർസലുകളിൽ ഏറ്റവും കാമിലും മുകമ്മിലും മുകമ്മലും ആയ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റിസാലത്ത് കൊണ്ട് ഇഖ്റാർ ചെയ്യാനും വേണ്ടിയിട്ട് അല്ലാഹുവിന്റെ മാർഗത്തിലേക്ക് ദഅവത്ത് ചെയ്തു. എന്നാൽ ഫൽ മുസ്തംസികൂന ബിഹി, ആ ഹബീബിനെ കൊണ്ട് ഇസ്തിംസാക്ക് ചെയ്ത്, ഹബീബിനെ കൊണ്ട് ഇസ്തിംസാക്ക് ചെയ്യുക, പിടിച്ചു നിൽക്കുക എന്നതിൽ പിന്തുടരുക എന്നർത്ഥം. ഹബീബ് ദഅവത്ത് നടത്തിയ ആ മാർഗം പിന്തുടരലാണ് ഹബീബിനോട് പിന്തുടരുക എന്ന് പറയുന്നത്. അങ്ങനെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അവിടുന്ന് പ്രബോധനം ചെയ്ത മാർഗം മുറുകെ പിടിച്ചുകൊണ്ട് അവിടുത്തെ പിന്തുടർന്ന് ജീവിച്ചവൾ മുസ്തംസികൂൻ, അവർ മുറുകെ പിടിച്ചവരാണ്. ബിഹബിലിൻ, ഒരു കയറ്, ഒരു പാശം. എങ്ങനെയുള്ള കയറാണ്? വൈരി മുൻഫസിമി, അത് പിരിയോടയാത്ത്, ഞങ്ങളെ ആടൻ ഭാഷയെ പറഞ്ഞ പിരിയോടയാണ് എന്ന് തന്നെ. കയറുകൾ ഉണ്ടാക്കുന്ന യഥാർത്ഥത്തിൽ ഇങ്ങനെ ചെറിയ ചെറിയ ചേരിയുടെ ആ ചവറ് കളഞ്ഞിട്ടുള്ള ചേരിന്റെ നാര് അത് കൂട്ടി പിരിച്ചിട്ടാണല്ലോ കയറുണ്ടാകുന്നത് സാധാരണ. എന്നാൽ ഇതിങ്ങനെ പിരിച്ച് നല്ല ഉറപ്പിൽ നിൽക്കുമ്പോൾ കയറ് നല്ല ശക്തിയായിരിക്കും. ഈ പിരി ഇങ്ങനെ ബലം കുറഞ്ഞ് അഴിഞ്ഞു വരാൻ തുടങ്ങുമ്പം ഇൻഫസമാന്ന് പറയും. എന്നാൽ പിരി മുറുക്കി പിരിച്ചിരുന്ന കയറിന്റെ പിരി അഴിഞ്ഞു പോയി. അഴിഞ്ഞാൽ അതിനുള്ള കേടെന്താ? ക്രമേണ അത് പൊട്ടും. അതിന് മുങ്കസിമ് എന്നറിയ, കാഫ് കൊണ്ട് പറയുമ്പം പൊട്ടുക എന്നറിയും, മുറിഞ്ഞു വേറിടുക എന്നുള്ള അർത്ഥത്തിൽ മുങ്കസിം. ഇവിടെ പറഞ്ഞ മുൻഫസിമ എന്ന് പറഞ്ഞാൽ പിരിയോടെയാണ്, അത് കേട് വരികയാണ്. രണ്ടും കേട് തന്നെയാണ്. പൊട്ടി വേറിഞ്ഞാലും കേട് തന്നെയാണ്, പിരി ശക്തി കുറഞ്ഞ് പിരി അഴിയാൻ തുടങ്ങിയാലും കേട് തന്നെ. അതായത് ഈ ഇസ്ലാമാവുന്ന പിടികയറ്, അതാണ് ഇപ്പൊ ശരീഅത്തിൽ ഇസ്ലാമാവുന്ന പിടികയറാണ്. ഒരു ഉപമയിലൂടെയാണ് പറയുന്നത്. അതൊരു ഉപമയാണ്. ഇസ്ലാമിനെ എപ്പോഴും അല്ലാഹു സുബ്ഹാനഹു വ തആല വഅതസിമു ബിഹബിലില്ലാഹി ജമീഅ എന്നൊക്കെ പറഞ്ഞല്ലോ. ഒരു ഹബിലിനോട് ഉപമിക്കുന്നത് അത് ഇപ്പോഴുള്ള കുട്ടികൾക്കൊന്നും പെട്ടെന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല. പഴയ ആളുകൾക്ക് നമ്മളെ ആലുരാജിനൊക്കെ എനിക്കൊക്കെ മനസ്സിലാവുകയാരം. ആലുരാജിന്റെ പോലെ വയസ്സനായിട്ടല്ല, എന്നാലും കുറച്ച് പഴയ മനുഷ്യനാണല്ലോ. അതായത് പണ്ടൊക്കെ ഈ തോടുകൾക്ക് മുകളിൽ കവുങ്ങോ മുളയോ ഒക്കെ കൂട്ടിയിട്ട് പാലിടും. ഈ പാലിട്ടാല് പാലത്തുമ്മ കൂടെ നടന്നു പോകണം. പക്ഷേ വളരെ നേരിയ കവുങ്ങ് കൊണ്ടോ മുള കൊണ്ടോ ഒക്കെ ഇട്ട പാലത്തുമ്മ കൂടെ നടന്നു പോകാൻ കഴിയൂല. അപ്പൊ പിന്നെ എന്താക്കും? ഇതിന്റെ മുകളില് നല്ല ഉറപ്പുള്ള ഒരു കയറുകൊണ്ട് ഇങ്ങേ തലക്കുന്ന അങ്ങേ തലക്കൊക്കെ കിട്ടും. അതിന് ഞങ്ങളെ മലപ്പുറം ഭാഷയെ പറയാ പിടിവള്ളി എന്നാ. പിടിവള്ളി വള്ളി കൊണ്ടും ഉണ്ടാവാം, ഏതായാലും കയറും ആവാം. ഈ പിടിവള്ളിന്റെ ലക്ഷ്യം എന്താന്ന് വെച്ചാൽ അടിയിൽ വളരെ കുത്തൊഴുക്കുള്ള ആഴമേറിയ തോടോ പുഴയോ ഒക്കെ ആയിരിക്കും. അതിന്റെ മുകളിലൂടെ നേർത്ത
മുള കൊണ്ടോ അതല്ലെങ്കിൽ കമുങ്ങ് കൊണ്ടോ വളരെ അപൂർവം ചില സ്ഥലത്ത് തെങ്ങുകൊണ്ടോ ഒക്കെ ആയിരിക്കും പാലമിട്ട്. ഈ പാലത്തുമ്മ കൂടെ കടക്കുമ്പോ കാലിടറി കുത്തൊഴുക്കുള്ള ആഴമേറിയ ഈ പുഴയിലേക്കോ തോട്ടിലേക്കോ വീണു പോകാതിരിക്കാൻ വേണ്ടി ഈ പാലത്തിൽ കടക്കുന്നവർക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു കെട്ട് ഇങ്ങേ തൽക്കുന്ന അങ്ങേ തൽക്കക്ക് പിടിച്ചു കെട്ടിയൊരു വള്ളിയാണ്. അതുകൊണ്ട് അതിന് പിടിവള്ളി എന്നും പറയാറുണ്ട്, പിടികയർ എന്നും പറയാറുണ്ട്. ഈ പറയുന്നതാണ് ഈ ഹബിൽ. അപ്പൊ അള്ളാഹുവിന്റെ പരിശുദ്ധ ദീൻ ഇസ്ലാം നമുക്ക് ഈ ദുന്യാവിൽ നിന്ന്, നമ്മൾ ഉമ്മാന്റെ ഗർഭാശയത്തിൽ നിന്നിട്ട് ഇവിടെ ജനിച്ചു. ദുന്യാവ് ഒരു ബഹറ, അതാണ് ദുന്യാവ് ഒരു ബഹറാണ്. ഈ ബഹറിൽ ആടിയുലഞ്ഞ് അടിച്ച് മറുന്ന തിരമാലകളും മനുഷ്യനെ പിടിച്ചു വിഴുങ്ങാൻ തക്ക തിമിംഗലങ്ങളും അതുപോലെ തന്നെ സ്രാവുകളും ഒക്കെ ഉണ്ട്. ഇതിലേക്ക് വീണാ പിന്നെ ഒരിക്കലും രക്ഷപ്പെടൂല. വീഴാതെ മറുകര എത്തിയെങ്കിലേ നമ്മൾ ലക്ഷ്യം പ്രാപിക്കൂ. അതിനുവേണ്ടി ഈ പുഴയുടെ അല്ലെങ്കിൽ ഈ നദിയുടെ മുകളിലൂടെ ഇട്ട പാലത്തിൽ കയറിയ യാത്രക്കാരനാവുന്ന മനുഷ്യൻ യാത്രയിൽ കാലിടറി താഴെ വീഴാതെ ലക്ഷ്യം പ്രാപിക്കാൻ സഹായിക്കുന്ന വസ്തുവാണ് ഈ പിടിവള്ളി. അപ്പൊ ഇസ്ലാം ശരീഅത്തിനെ പാലം കടക്കാൻ സഹായിക്കുന്ന പിടിവള്ളിയോട് ഉപമിച്ചിരിക്കുകയാണ്. ഈ പിടിവള്ളി നല്ല ഉറപ്പുള്ളതാണെങ്കിൽ പേടിക്കേണ്ട, എത്ര കനമുള്ള ചുമട് തലയിലുണ്ടെങ്കിലും ചുമടേറ്റി ഈ പാലത്തുമ്മ കൂടെ ബാലൻസ് അനുസരിച്ച് പോകാം, പിടിക്കാൻ കയറുണ്ടാവും. അതേ സമയത്ത് കയറ് പൊട്ടിയണമെങ്കിൽ പിന്നെ അതുകൊണ്ട് കാര്യമില്ല, പൊട്ടാൻ അടുത്താണെങ്കിൽ പേടിയാ. അതാണ് മുൻഫസിമ് പറഞ്ഞത്, പിരി ഉടഞ്ഞിരിക്കുന്നു ഈ കയറിന്റെ, എങ്കിൽ ധൈര്യമായിട്ട് പിടിക്കാൻ കഴിയില്ല, കാരണം അത് എപ്പോഴാ പൊട്ടുക എന്നറിയില്ലല്ലോ. അപ്പൊ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദഅവത്ത് ചെയ്ത ശരീഅത്ത്, ആ ശരീഅത്ത് മുറുകെ പിടിച്ച ഒരാൾ ജീവിക്കുകയാണെങ്കിൽ പിരിവടയാത്ത നല്ല ഭദ്രമായ ഉറപ്പുള്ള പിടിവള്ളി ആണ്. ആ പിടിവടി മുറുകി പിടിച്ചവരാണ്, ആ മുറുകെ പിടിച്ചവൻ ലക്ഷ്യം പ്രാപിക്കും. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ലോകത്ത് ദഅവത്ത് ചെയ്ത ശരീഅത്തുൽ ഇസ്ലാമിനെ ജീവിതത്തിൽ അനുഷ്ഠിച്ചുകൊണ്ട് മരണം പ്രാപിക്കാൻ സാധിച്ചാൽ അവൻ ഒരിക്കലും ലക്ഷ്യം വെക്കാതെ യഥാർത്ഥ തറവാടാവുന്ന സ്വർഗ്ഗലോകത്തിൽ എത്തിപ്പെടും. അതിന് ആ ഹബീബിന്റെ മാർഗം പിന്തുടരൽ മാത്രമേ വഴിയുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇനി പറയാണ്. ഒക്കെ വിശദീകരിക്കുകയാണെങ്കിൽ ഒരു ദിവസം ഒരു ബെയ്ത്ത് പറഞ്ഞ് തീർക്കണം. അങ്ങനെ പറഞ്ഞപ്പോ നമുക്ക് എത്ര കാലം പറയണമെന്ന്, ഇതിന്റെ ഇടയ്ക്ക് തന്നെ ഇതൊക്കെ നിർത്തിയിട്ട് ഞാൻ മൗലൂദ് എന്ന് പറഞ്ഞാൽ തിരക്കിടില്ല എന്നുള്ള അഭിപ്രായം വരെ ആളുകൾക്കുണ്ട്. മൗലൂദും പറഞ്ഞേക്ക് പറയേണ്ടത് തന്നെ ഇൻഷാ അല്ലാഹ് റബ്ബ് തൗഫീഖ് ചെയ്യുകയാണെങ്കിൽ, മറ്റൊരു സന്ദർഭത്തിൽ അല്ലാഹു തആല തൗഫീഖ് ചെയ്യുകയാണെങ്കിൽ മൗലിദ് ഏറ്റവും ചുരുങ്ങിയത് മങ്കൂസ് മൗലിദും ഷറഫുൽ മൗലിദും അതുപോലെ തന്നെ ബദർ മൗലിദും ബഹുമാനപ്പെട്ട ജീലാനി തങ്ങളുടെ മൊഹീദ്ദീൻ മൗലിദും അതെങ്കിലും പറയണം. കാരണം എന്താ, അതൊക്കെ എപ്പോഴും വ്യാപകമായി നമ്മൾ ഉപയോഗിക്കുന്നതാണ്. അതിലെ കുറെ തെറ്റ് തീരും വേണം. രണ്ടാമത്തത് കുറച്ചെങ്കിലും നമ്മൾ ഈ ഓതുന്നത് എന്താണെന്നൊന്ന് അറിഞ്ഞു ഓതുമ്പോൾ അതിനൊരു മാന ഉണ്ടാവുമല്ലോ. ഇൻഷാ അല്ലാഹ് റബ്ബ് തൗഫീഖ് ചെയ്യുകയാണെങ്കിൽ മറ്റൊരു സന്ദർഭത്തിൽ ആ വഴി കടന്നു വരാൻ അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഇപ്പൊ ചുരുക്കാണ്, ഫാഖൻ നബിയ്യീന ഫീ ഖൽഖിൻ വഫീ ഖുലുഖി വലം യുദാനൂഹു ഫീ ഇൽമിൻ വലാ കറമി. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫാഖ, ആ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മേലെയായിരിക്കുന്നു. ആർക്ക് മേലെയായിരിക്കുന്നു? അന്നബിയീന, ഈ ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അയച്ച ഉലുൽ അസ്മുകളായ മുർസലീങ്ങൾ തുടങ്ങി 313 മുർസലീങ്ങൾക്കും ലക്ഷക്കണക്ക് വരുന്ന ബഹുമാനപ്പെട്ട നബിമാരുമാവുന്ന എല്ലാവരും. അങ്ങനെ അറിയുന്നതെന്ന് വെച്ചാൽ നബിമാർ എന്ന് പറഞ്ഞാൽ അതിൽ മുർസലീങ്ങളും ഉണ്ട്, മുർസലീങ്ങളല്ലാത്തവരുണ്ട്. മുർസലീങ്ങളായവരെല്ലാം നബിമാരാ, പക്ഷെ നബിമാരായവരെല്ലാം മുർസലീങ്ങളാവില്ല. അപ്പൊ നബിമാർ എന്ന് പറഞ്ഞാൽ മുർസലീങ്ങൾ ഉലുൽ അസ്മുകൾ ഉൾപ്പെടെയുള്ള എല്ലാവരും പെട്ട്. അപ്പൊ അംബിയ മുർസലുകൾ ഈ ലോകത്ത് അല്ലാഹു തആല ആദം നബി അലൈഹി സ്വലാം കൊണ്ട് തുടങ്ങി റൂഹുല്ലാഹി ഈസാ അലൈഹി സ്വലാം വരെ എത്തി നിൽക്കുന്ന ലക്ഷക്കണക്കായ അംബിയാക്കളും മുർസലുകളും അതിൽ തന്നെയുള്ള ഉലുൽ അസ്മുകളും ഉൾപ്പെടെയുള്ള മഹത്തുക്കളായ അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരായ അംബിയ മുർസലുകളെക്കാൾ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മേലെയായിരിക്കുന്നു. എന്തിലൊക്കെ? ഫീ ഖൽഖിൻ വഫീ ഖുലുഖി. അതൊക്കെ വിശദീകരിക്കുകയാണെങ്കിൽ
ഒന്ന് നമുക്ക് ഇൽമില്ല, ഉള്ള എന്തെങ്കിലും രണ്ടക്ഷരം തിരിയുന്നോട്ട് പറയുകയാണെങ്കിൽ ആ ഒരു വാക്ക് പറഞ്ഞാൽ തന്നെ എത്ര പറയാണ്ട്. നമ്മളെ ബഹുമാനപ്പെട്ട എ പി ഉസ്താദിന്റെ മഹബത്തുർ റസൂൽ പ്രഭാഷണങ്ങളും ശ്രദ്ധിച്ചാൽ കുറെ ഭാഗങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഓരോ പ്രഭാഷണത്തിലും പറയുന്ന പുതിയ 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 അറിവുകൾ ആ ഹബീബിനെ സംബന്ധിച്ച് എത്ര പറഞ്ഞാലും തീരൂല. അതങ്ങനെയാണ്, പറയും തോറും അത് വർദ്ധിക്കുകയല്ലാതെ അത് അവസാനിക്കുന്നില്ല. സൃഷ്ടിപ്പിൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നബിമാരെ കമലയിൽ നിന്ന് പറയുന്നതിന് അർത്ഥമുണ്ട്. ഒരു ലോകത്ത് ഒരു കാലത്ത് ജീവിച്ചിരിക്കുന്ന മനുഷ്യർ, ആ മനുഷ്യരുടെ കൂട്ടത്തിൽ ഏറ്റവും പരിപൂർണന്മാരായിരിക്കും അംബിയാ മുർസലിങ്ങൾ. അങ്ങനെ വരുമ്പം എല്ലാ നബിമാരെക്കാളും മേലെയാണെന്ന് പറഞ്ഞാൽ ലോകത്ത് അല്ലാഹു പടച്ച മുഴുവൻ സൃഷ്ടികളെക്കാളും സൃഷ്ടിപ്പിൽ മേലെയായിരിക്കുന്നു. കാരണം ഓരോ കാലത്തുമുള്ള ജനങ്ങളിൽ ഏറ്റവും പരിപൂർണന്മാരായിരിക്കും അക്കാലത്തുള്ള അംബിയാ മുർസലുകൾ. അങ്ങനെ എല്ലാ കാലത്തും വന്ന എല്ലാ അംബിയാ മുർസലുകളെക്കാളും മേലെയായി എന്ന് പറഞ്ഞാൽ അല്ലാഹു പടച്ച എല്ലാ പടപ്പുകളെക്കാളും മേലെയാണ്. എന്തിൽ ഫീ ഖൽഖിൻ, സൃഷ്ടിപ്പിൽ. അവർക്ക് വിശദീകരിക്കേണ്ട ആവശ്യമില്ല. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് അവിടുത്തെ പ്രിയപ്പെട്ട കവി സ്വന്തം പള്ളിയിൽ മിമ്പർ ഒരുക്കി കൊടുത്തുകൊണ്ട് അതിൽ കയറ്റി നിർത്തി പാട്ട് പാടിച്ചിട്ട് പാടുന്ന സമയത്ത് അല്ലാഹുമ്മ അയ്യിദുഹു ബിറൂഹിൽ ഖുദുസ്, റൂഹുൽ ഖുദുസ് ആവുന്ന ജിബ്രീൽ അലൈഹിസ്സലാമിനെ കൊണ്ട് പിമ്പലം കൊടുത്ത് ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിച്ചു കൊടുത്ത മഹാനായ ഹസ്സാൻ റളിയല്ലാഹു തആല അൻഹു ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വർണ്ണിക്കുന്നുണ്ട്. അതാണ് വർണ്ണന. അഹ്സനു മിൻക ലം തറഖത്തു ഐനു വഅജ്മല മിൻക ലം തലിദിൻ നിസാഉ ഖുലിഖ്ത മുബറഅൻ മിൻ കുല്ലി ഐബി കഅന്നക ഖദ് ഖുലിഖ്ത കമാ തശാഉ. ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ തഅയ്യീദോടുകൂടി മഹാനായ ഹസ്സാൻ റളിയല്ലാഹു അൻഹു ഹബീബിനെ മുന്നിൽ നിർത്തിക്കൊണ്ടാ പറഞ്ഞത്, വഅഹ്സനു മിൻക, ഹബീബായ നബിയെ അങ്ങേക്കാൾ ഹുസ്നിയത്തുള്ള, ഹുസ്നിയത്ത് നേരത്തെപ്പോ നമ്മളെ ബാക്കിൽ ചൊല്ലി അവർ കുറച്ചു പറഞ്ഞല്ലോ. 4 തരത്തിലുള്ള ഹുസ്നിയത്തുണ്ട്. ആ ഹുസ്നിയത്ത് പിന്നെ അതിനെ വിശദീകരിച്ചാൽ ഓരോന്നിനും അതിൻ്റെതായ ശാഖോപശാഖകളുണ്ട്. ശരീര വടിവ്, ബാഹ്യ സൗന്ദര്യം, അത് ഖൽഖിലുള്ളതായ ഹുസ്നിയത്താണ്, കമാലിയത്താണ്. അതെങ്ങനെ കണ്ട് എന്നുള്ളത് അതൊന്നും ഇപ്പൊ ഞാൻ വിശദീകരിച്ച് പറയുന്നതായിരിക്കും, കടന്നാലോടി എത്തൂല. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയാം, കണ്ണുകൊണ്ട് കാണുന്ന ഈ ലോകത്ത് അള്ളാഹു പടച്ച പടപ്പുകളിൽ തങ്ങളെപ്പോലെ ഹുസ്നിയത്തുള്ള ഒരാളെ ലോകത്ത് കണ്ടിട്ടില്ലെന്നല്ല, കാണപ്പെടുകയുമില്ല. അത്രയും ഹുസ്നിയത്താ. സാധാരണ ഇമാമിങ്ങൾ പറയാറുണ്ട്, ശംസുൽ ഉലമ പലപ്പോഴും ഉണർത്താറുണ്ടായിരുന്ന ഒരു കാര്യമുണ്ട്. ബാഹ്യ സൗന്ദര്യം ആന്തരിക സൗന്ദര്യത്തിന്റെ നിദർശനമാണ്. ഒരാള് വടിവൊത്ത സുന്ദരനായ സുമുഖനായ വശ്യ സൗന്ദര്യത്തിന്റെ ഉടമയായ വ്യക്തിയാണെങ്കിൽ അയാളുടെ ഉള്ളിലുള്ള ആന്തരികമായ ജമാലിയത്തിന്റെ നിദർശനമാണ്. ബാഹ്യമായ വൈകല്യം ആന്തരിക വൈകല്യത്തിന്റെ ചൂണ്ടുപലകയാണ് എന്ന്. അതിലേക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മൾക്ക് മനസ്സിലാക്കാനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അംബിയാ മുർസലുകൾ, എല്ലാ കാലത്തുള്ള അംബിയാ മുർസലുകളും അതാത് കാലത്ത് ജീവിക്കുന്ന മനുഷ്യലോകത്തിൽ ഏറ്റവും ബാഹ്യ സൗന്ദര്യത്തിന്റെ ഉടമകളാകുന്നത്. കാരണം ബാഹ്യ സൗന്ദര്യം സമ്പൂർണ്ണമാവുന്നതിനനുസരിച്ച് ആന്തരിക സൗന്ദര്യവും കൂടാൻ സാധ്യതയുണ്ട്. 100% എന്ന് പറഞ്ഞാൽ എല്ലാ ബാഹ്യ സൗന്ദര്യമുള്ളവരും ആന്തരിക സൗന്ദര്യമുള്ളവരാണെന്ന് അതിനർത്ഥം വരുന്നില്ല. അതേ സമയത്ത് ബാഹ്യ സൗന്ദര്യം ഉള്ളവരിൽ മാത്രമേ ആന്തരിക സൗന്ദര്യം പരിപൂർണമാവൂ. വൈകല്യമുള്ളവരിൽ എന്തെങ്കിലും ചില വൈകല്യങ്ങൾ കണ്ടിരിക്കും എന്നർത്ഥം. അപ്പൊ അതുകൊണ്ട് തന്നെ ഖൽഖ്, സൃഷ്ടിപ്പിൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറ്റി ഒറ്റ അരബൈത്ത് മാത്രം മതി. ഹസ്സാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ വാക്ക്, കഅന്നക ഖദ് ഖുലിഖ്ത കമാ തശാഉ. ഹബീബായ നബിയെ, അങ്ങയുടെ സൃഷ്ടിപ്പിനെ പറ്റി പറഞ്ഞാല് തങ്ങൾ എങ്ങനെയാണോ ഉദ്ദേശിച്ചത് അതുപോലെയാണോ തങ്ങളെ സൃഷ്ടിക്കപ്പെട്ടത് എന്ന് തോന്നും. എന്ന് പറഞ്ഞാൽ എന്താ, ഈ ലോകത്ത് ഏതൊരു മനുഷ്യനും അതാരുമാവട്ടെ അവരാഗ്രഹിക്കുന്നത് ഞാൻ എല്ലാം തികഞ്ഞ കുറ്റമറ്റ ഐബില്ലാത്ത ഒരു പരിപൂർണനാകണം എന്നാണ്
എല്ലാവരും ആഗ്രഹിക്കുക. അത് എന്തിനെന്ന് വെച്ചാൽ എന്തിലും, സ്വഭാവത്തിലും പ്രവർത്തനത്തിലും ശബ്ദത്തിലും ശൈലിയിലും ബാഹ്യഭംഗിയിലും ശരീരവടിവിലും എല്ലാത്തിലും ഒരു കുറവുമില്ലാതെ എല്ലാം തികഞ്ഞവനാണെന്ന് ആഗ്രഹിക്കാത്ത ഒരാളുമില്ല. പക്ഷെ ആരും ആഗ്രഹിച്ചിട്ട് കാര്യമില്ല. നമ്മൾ ആഗ്രഹിക്കുമ്പോൾ ഒന്നും നടക്കൂലല്ലോ, ഒക്കെ അള്ളാഹുവിന്റെ വേണ്ടിയല്ലേ. എന്നാൽ തങ്ങളുടെ ഈ അവസ്ഥ കണ്ടിട്ട്, ഈ സൃഷ്ടിപ്പിലുള്ള സമ്പൂർണത കണ്ടിട്ട് എനിക്ക് തോന്നിയത് കാനക്കത് ഹുലിഖ്തക മാതല ഷാഉ, ഹബീബായ നബിയെ അങ്ങ് ആഗ്രഹിക്കുകയും ഉദ്ദേശിക്കുകയും ചെയ്തതുപോലെയാണോ തങ്ങളെ നടക്കപ്പെട്ടത് എന്ന് തോന്നും. അത്രമാത്രം സൃഷ്ടിപ്പിൽ മറ്റെല്ലാ അമ്പിയാക്കന്മാരോടും മേലെ എന്ന് പറയും. അതൊരു വല്ലാത്ത പ്രയോഗമാണ്. ലോകത്തുള്ള മുഴുവൻ സൃഷ്ടികളെക്കാളും സുന്ദരന്മാരായ അമ്പിയാ മുർസലുകൾ, ആ അമ്പിയാ മുർസലുകളുടെ എല്ലാ സൗന്ദര്യവും ഒരുമിച്ച് കൂട്ടിയാലുള്ളതിനെ ഒക്കെ മറികടന്നിരിക്കുന്നു. നമ്മൾ സാധാരണ കേൾക്കുന്നതാണല്ലോ, ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹി സ്വലാമിന്റെ സൗന്ദര്യവും ഈജിപ്തിലെ സുന്ദരികളായ പ്രഭുകുമാരിമാര് യൂസുഫ് നബി അലൈഹി സ്വലാമിനെ പ്രാപിക്കാൻ വേണ്ടിയിട്ട് കളിച്ച കളിയും മുറിച്ച കൈയും ഒക്കെ നമ്മൾ ഖുർആൻ നമുക്ക് ഓതിത്തന്നതാണ്. എന്നാൽ ആ യൂസുഫ് നബി അലൈഹി സ്വലാം ഉൾപ്പെടെയുള്ള മുഴുവൻ അംബിയാ മുർസലീങ്ങളുടെയും സൗന്ദര്യം ഹബീബായ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സൗന്ദര്യം കൊള്ള ചേർത്ത് നോക്കുമ്പോൾ ഒന്നുമല്ല. മതിയായ ആയിഷ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞ ഒരു കവിത പ്രസിദ്ധാണ്. ലവിമാ സലീഖ ലൗ റഅയ്ന ജബീനഹു ലആസർന ബിൽ ഖത്ഇൽ ഖുലൂബ അലൽ ഐദി. മതിയായ സുലൈഖ ബീവിയെ കുറ്റം പറഞ്ഞുകൊണ്ട് ആക്ഷേപിച്ചുകൊണ്ട് തന്ത്രം പ്രയോഗിച്ച് യൂസുഫ് നബി അലൈഹി സ്വലാമിനെ കാണാൻ ശ്രമിക്കുകയും അങ്ങനെ ആ കാണാനുള്ള സൗഭാഗ്യം ലഭിച്ചപ്പോൾ അലൗകികമായ ആ സൗന്ദര്യദാനത്തിൽ ആകൃഷ്ടരായ മിസ്റിലെ പ്രഭുകുമാരിമാർ ആ സൗന്ദര്യത്തിന്റെ അഭൗമ ലോകത്തിലേക്ക് ആകർഷിക്കപ്പെട്ട് കൈവിരലുകൾ കഷ്ണമായി മുറിച്ചിട്ട് പോലും അറിയാത്ത അവരെങ്ങാനും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നിറസൗന്ദര്യത്തിന്റെ അഭൗമ ലോകമെങ്ങാനും ദർശിച്ചിരുന്നു എങ്കിൽ ബിൽ ഖത്ഇൽ ഖുലൂബ അലൽ ഐദി, കൈമുറിക്കുന്നതിന് പകരം കൽബ് മുറിക്കുമായിരുന്നു. കാരണം നോക്കി കാണുമ്പോൾ തന്നെ അറ്റാക്കായി മരിക്കുമായിരുന്നു. അത്രയും ബാഹ്യ സൗന്ദര്യത്തിന്റെ ഉടമയാണ്. എന്നാൽ അങ്ങനെയുള്ള ഒരു മുക്കാറും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ചിട്ടുണ്ടായിട്ടില്ലല്ലോ. അതിന് ബാഹ്യമായ ജമാലിയത്തിന്റെ പുറമെ മഹാനായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കമാലിയത്തിന്റെ ഭാഗമായി ഹൈബത്ത് എന്ന് പറയുന്ന ഒരു പ്രത്യേക ജമാലിയത്ത് ഉണ്ടായിരുന്നു. ഹൈബത്ത് എന്ന് പറയുന്ന പ്രത്യേക ഒരു ജമാലിയത്ത് കൊണ്ട് ആവരണമുള്ളത് കൊണ്ട് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ യൂസുഫ് നബി അലൈഹി സ്വലാമിനെ പോലെയോ മറ്റോ ആരെങ്കിലും പ്രേമത്തിന്റെ പേരിൽ കേറിപ്പിടിക്കുന്നൊരവസ്ഥയല്ല. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പുഞ്ചിരിച്ചു കൊണ്ടിരിക്കുമ്പോഴല്ലാതെ അവിടത്തോട് സംസാരിക്കാനോ ആ മുഖത്തേക്കൊന്ന് സൂക്ഷിച്ചു നോക്കാനോ പ്രാപ്തിയുള്ള ഒരൊറ്റ ആളും സഹാബാ കിറാമിൽ ഉണ്ടായിരുന്നില്ല എന്ന അതാ ഹൈബത്ത്. പറയുകയാണ്, ഒരു സഹോദരി എന്തോ ഒരു കാര്യം പറയാൻ വേണ്ടി ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമീപിച്ചതാണ്. ജനങ്ങളുമായി ഇടകലങ്ങുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സാധാരണ പുഞ്ചിരിച്ചു കൊണ്ടിരിക്കും. അതിന്റെ കാരണം ഈ പുഞ്ചിരിച്ചു കൊണ്ടിരിക്കുമ്പോഴേ ഹബീബിനോട് അടുക്കാനും സംസാരിക്കാനും സാധാരണക്കാർക്ക് കഴിയും. അല്ലെങ്കിൽ ആ ഹൈബത്ത് എന്ന് പറഞ്ഞ അവിടുത്തെ ഗാംഭീര്യം, ആ ഹൈബത്ത് കൊണ്ട് സംസാരിക്കാൻ കഴിയില്ല. ഒരിക്കൽ എന്തോ ചിന്താമഗ്നായി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തല താഴ്ത്തി ഇങ്ങനെ ഇരിക്കുകയാണ്. ഒരു സ്ത്രീ പ്രധാനപ്പെട്ട എന്തോ ഒരു കാര്യം ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചറിയാൻ വേണ്ടിയിട്ട് വന്നതാ. പക്ഷേ വന്ന സമയത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഇരുത്തത്തിലാ. ഒറ്റ നോട്ടം അങ്ങോട്ട് കണ്ടതോടുകൂടി ഈ സ്ത്രീ കിടുകിടാ വിറക്കാൻ തുടങ്ങി. പൂച്ചയുടെ മുന്നിൽപ്പെട്ട എലിയ പോലെ കിടുകിടാ വിറക്കാണ്. എന്താണ് മിണ്ടാൻ വയ്യ ആ നിരക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ ചിന്താമഗ്നായ തലയായിരിക്കുകയാണല്ലോ. അതിന്റെ ഇടയ്ക്ക് പെട്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തലയുയർത്തി നോക്കുമ്പോൾ സമീപത്ത് നിന്നുകൊണ്ട് ഒരു സ്ത്രീ ഉണ്ട് ഇങ്ങനെ വിറക്കുന്നു. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സംഗതി മനസ്സിലായി. ആ ഹൈബത്തിന്റെ സമയത്ത് അവിടുത്തെ ഷറഫാക്കപ്പെട്ട മുഖത്തേക്കൊന്ന് നോക്കി സൂക്ഷിച്ചു നോക്കിപ്പോയതാണ് ആ സ്ത്രീ ആകെ കിടുകിട വിറക്കാൻ കാരണം. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവളെ സമാധാനിപ്പിക്കാൻ, ഹവ്വിനെ അടേക്കി ലസ്തു ബിമരിക്കിൻ വലാകിന്നി ഇബ്നു ഉംറാത്തിൻ അറബിയത്തിൻ തഅകുലുൽ ഖദീദ്.
നീ എന്തിനാ പേടിക്കുന്നത്? നീ എന്തിനാ വിറക്കുന്നത്? ഞാനൊരു രാജാവൊന്നുമല്ല, ഞാനൊരു ചക്രവർത്തിയൊന്നുമല്ല. ഞാൻ നിങ്ങളെ പോലത്തെ ഈ ഉണക്ക മാംസം തിന്നിരുന്ന അറബികളിൽപ്പെട്ട ഒരു അറബി സ്ത്രീ പ്രസവിച്ച ഒരു മനുഷ്യനാണോ? നീ എന്താ അങ്ങനെ പേടിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അവരെ സമാധാനിപ്പിക്കുക. അപ്പൊ ഇങ്ങനെയുള്ള ഒരു ഹൈബത്ത് എന്ന് പറയുന്ന ഒരു പ്രത്യേക അവസ്ഥ, ആ അവസ്ഥയിൽ എന്തെങ്കിലും പറയണമെങ്കിൽ അല്ലെങ്കിൽ ചോദിക്കണമെങ്കിൽ മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു തങ്ങളും മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു തങ്ങളും അല്ലാതെ മുസ്ലിം സമുദായത്തിൽ ഒരാൾക്കും സാധിക്കുമായിരുന്നില്ല. അത്ര വലിയ ഹൈബത്തായിരുന്നു ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോ ഹുസ്നിയത്തോട് കൂടി, അത് സൗന്ദര്യമുള്ളതോടുകൂടി തന്നെ മഹത്തായ ഗാംഭീര്യത്തിന്റെ പരിപൂർണത കൊണ്ട് ആവരണം ചെയ്യപ്പെടുകയും ചെയ്തിരുന്നു. അങ്ങനെ ഹൽക്കില് ഞാൻ വിശദീകരിക്കണില്ല, ഞാൻ പറഞ്ഞാൽ പിന്നെ അങ്ങോട്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല. പിന്നെ വഫീ ഖുലുഖിൻ, മാത്രമല്ല കാണാനൊക്കെ നല്ല ചൊറുചൊറുക്കുണ്ട്, സ്വഭാവോ അതാണ് മോശം. അങ്ങനെ ചില ആളുകളുണ്ടല്ലോ, കാണാനൊക്കെ നല്ല ചൊറുക്കുണ്ടാവും, പക്ഷേ ലോകത്തുള്ള എല്ലാ ദുസ്വഭാവങ്ങളുടെയും മൂർത്തി രൂപങ്ങളായിരിക്കും. അങ്ങനത്തെ ചില ദുഷ്ടന്മാരും ലോകത്തുണ്ട്. എന്നാൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരേ സമയത്ത് സൃഷ്ടിപ്പിന്റെ സൗന്ദര്യവും പരിപൂർണതയും എല്ലാം ഒത്തിണങ്ങിയതോടുകൂടി വഫീ ഖുലുഖി, സ്വഭാവശീലങ്ങളിലും അവിടുന്ന് അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ഏറ്റവും ആദരണീയരും പരിപൂർണന്മാരുമായ അംബിയാ മുർസലുകളെ മേലെയായിരിക്കുന്നു. ഇവരൊക്കെ വലിയ മഹാന്മാരാണ്. എല്ലാ അർത്ഥത്തിലും കമാലിയത്തും ജമാലിയത്തും ഒത്തൊരുമിച്ചവരാണ് ബഹുമാനപ്പെട്ട അംബിയാ മുർസലുകളൊക്കെ. എന്നാൽ ജമാലിയത്തിന്റെയും കമാലിയത്തിന്റെയും ഉടമകളായ, സൃഷ്ടിപ്പിലും സ്വഭാവത്തിലും ലോകത്തിന് മാതൃകകളായ അംബിയാ മുർസലുകൾ, ആ അംബിയാ മുർസലുകളുടെ മേലെയാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൃഷ്ടിപ്പിലും സ്വഭാവത്തിലും. മേലെയാണ് എന്ന് പറയുമ്പോൾ അതിന്റെ തൊട്ടടുത്തായാൽ മതിയല്ലോ. ഒരാൾ 10ാം ക്ലാസ്സിലും ഒരാൾ 11ാം ക്ലാസ്സിലും ആണെങ്കിൽ 11ാം ക്ലാസ് വരെ മേലെ തന്നെയാണ്. അതിന്റെ തൊട്ട് താഴെയുള്ള ഒരു 10ാം ക്ലാസ്സിൽ അടുത്ത് തന്നെ ഉണ്ടല്ലോ. എന്നതുപോലെ അള്ളാഹുവിന്റെ അംബിയാ മുർസലുകൾ എന്ന് പറഞ്ഞാൽ വലിയ മഹത്തുക്കളാണ്. അവരിൽ തന്നെ മുർസലീങ്ങൾ അതിനേക്കാൾ ഉയർന്നവരാണ്. അതിൽ തന്നെ ഉലുൽ അസ്മുകൾ എത്രയോ ഉന്നതന്മാരാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഏതാണ്ട് തൊട്ട് താഴെയൊക്കെ ആയിട്ട് ബഹുമാനപ്പെട്ട മറ്റമ്പിയാക്കളുണ്ട് എന്ന് വിചാരിച്ചു പോകണ്ട. വലം യുദാനൂഹു, ആ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആ അംബിയാ മുർസലുകൾ ആരും സമീപിച്ചിട്ട് പോലുമില്ല. തൊട്ട് താഴെന്നല്ല, സമീപത്ത് എത്തിയിട്ട് പോലുമില്ല. എന്തിന്? ഫീ ഇൽമിൻ, ഇൽമിന്റെ വിഷയത്തിൽ അംബിയാ മുർസലുകൾ എന്താ പറയുന്നറിയാം? നമ്മളെപ്പോലത്തെ ജാഹിലീങ്ങളെ പറ്റിയിട്ടല്ല. ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം ഉൾപ്പെടെ അള്ളാഹു നേരിട്ട് സംസാരിച്ച കരീമുല്ലാഹി മൂസ അലൈഹിസ്സലാം ഉൾപ്പെടെ സദാസമയത്തും സഹയാത്രികനായി ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാമിനെ അയച്ചു കൊടുത്ത ഈസാ നബി അലൈഹിസ്സലാമിനെ പറ്റി, അങ്ങനെയുള്ള മഹാന്മാര്, ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ പറ്റി അല്ലാഹു തആല ഖുർആൻ പറഞ്ഞെന്താ? കദാലിക നുരി ഇബ്രാഹീമ മലകൂത സമാവാതി വൽ അർളി വലിയകൂന മിനൽ മൂഖിനീൻ. ഈ ആകാശഭൂമികളിലുള്ള മുഴുവൻ അദൃശ്യങ്ങളെയും ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ നമ്മൾ കാണിച്ചു കൊടുത്തു. എത്രയായിരിക്കും ഇൽമ്? ആകാശഭൂമികളിലുള്ള ദൃശ്യവും അദൃശ്യവുമായ മുഴുവൻ അറിവുകളും കാണിച്ചു കൊടുക്കപ്പെട്ട ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം. അതുപോലെ റബ്ബുൽ ഇസ്സത്തായ തമ്പുരാന്റെ കലാമ് നേരിട്ട് കേൾക്കുക എന്ന് പറയുന്ന അത്യപൂർവങ്ങളിൽ അത്യപൂർവമായ മഹാഭാഗ്യം കൊണ്ട് ഭാഗ്യം സിദ്ധിച്ച മഹാനായ കരീമുല്ലാഹി ഈസാ അലൈഹിസ്സലാം, മൂസ അലൈഹിസ്സലാം. അതുപോലെ റൂഹുൽ ഖുദ്സ് കൊണ്ടിട്ട് എപ്പോഴും പിന്തുണക്കപ്പെട്ട് അദ്ദേഹം സഞ്ചരിക്കുന്നിടത്തൊക്കെ ഒരു സഹയാത്രികനെ പോലെ സഞ്ചരിച്ചു കൊണ്ടിരുന്ന റൂഹുൽ അമീന്റെ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹീതരായ ഈസാ അലൈഹിസ്സലാം ഉൾപ്പെടെയുള്ള അള്ളാഹുവിന്റെ അംബിയാ മുർസലുകൾ. അതിൽപ്പെട്ട വല്ലിപ്പാപ്പുണ്ടല്ലോ, അല്ലമ ആദമൽ അസ്മാഅ കുല്ലഹാ, ആദം നബി അലൈഹിസ്സലാമിന് അസ്മാഇനെ മുഴുവനും പഠിപ്പിച്ചു കൊടുത്തു എന്ന് പറഞ്ഞു. ഈ ആദം നബി അലൈഹിസ്സലാമും ഇങ്ങനെയുള്ള ഖലീൽ അലൈഹിസ്സലാമും കരീം അലൈഹിസ്സലാമും റൂഹുല്ലാഹി അലൈഹിസ്സലാമും ഉൾപ്പെടെയുള്ള ലക്ഷക്കണക്കായ അമ്പിയാക്കൾ അഷ്റഫുൽ ഖൽഖായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമീപത്ത് പോലും എത്തിയിട്ടില്ല. ഫീ ഇൽമിൻ കേട്ടോ,
ഒരൊറ്റ ചെറിയ ഒരു ഇൽമിന്റെ വിഷയത്തിൽ പോലും സമീപത്തെത്തിയിട്ടില്ല. വല്ലാത്തൊരു തൻവീനാണത്. ഒക്കെ ഇങ്ങനെ പറയാം. കിതാബോളാൻ കുറച്ച് മൂല്യാഴ്ചകൾ വേണം, എന്നിട്ട് മുന്നിൽ കുത്തിരുന്നിട്ട് ഇങ്ങനെ പറയണം, അപ്പോൾ അതിന് ചോർക്ക് കിട്ടുള്ളൂ. കാരണം ഇത് ഈ പബ്ലിക് ക്ലാസ്സിൽ അങ്ങനെ എല്ലാം പറഞ്ഞാൽ ചിലതൊന്നും സാധാരണക്കാർക്ക് മനസ്സിലാവൂല. അതാണ് പേടി. ഫീ ഇൽമിൻ എന്ന് പറഞ്ഞാൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നൽകപ്പെട്ട വലിയ 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 ഇൽമല്ല, അതുപോട്ടെ അവിടത്തേക്ക് നൽകപ്പെട്ട ഇൽമിൽപ്പെട്ട ചെറിയ ഒരു ഇൽമിന്റെ സമീപത്തേക്ക് പോലും മുഴുവൻ അല്ലമ ആദമൽ അസ്മാ കുല്ലഹ എന്ന് പഠിപ്പിക്കപ്പെട്ട ആദം നബി അലൈഹി സ്വലാമിന്റെ ഇൽമോ, അതല്ലെങ്കിൽ കദാലിക നൂരി ഇബ്രാഹിമ മലകൂത സമാവാതി വൽ അർളി എന്ന് പറഞ്ഞ ഇൽമു പഠിപ്പിക്കപ്പെട്ട ഖലീലുല്ലാഹി അലൈഹി സ്വലാമിന്റെ ഇൽമോ, വകല്ലല്ലാഹു മൂസാ തക്ലീമ എന്ന് പറഞ്ഞ് ആദരിക്കപ്പെട്ട മൂസ അലൈഹി സ്വലാമിന്റെ ഇൽമോ ഹബീബിന് നൽകപ്പെട്ട ചെറിയൊരു ഇൽമിന്റെ സ്ഥാനത്ത് പോലും എത്തുകയില്ല. അപ്പൊ നിങ്ങൾ പറയണ്ട, അങ്ങനെ പറയാൻ പാടുണ്ടോ? അംബിയാ മുർസലങ്ങളെ ചെറുതാക്കി കാണിക്കാൻ പാടുണ്ടോ? അംബിയാ മുർസലങ്ങളെ ചെറുതാക്കി കാണിക്കാൻ പാടില്ല. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിരോധിച്ച. പക്ഷേ അംബിയാക്കൾ എല്ലാവരും കമാരിയത്തുള്ളവരാണ്. എല്ലാ വിഷയത്തിലും, സൃഷ്ടിപ്പിലും, സ്വഭാവത്തിലും, ഇൽമിലും ഒക്കെ കമാരിയത്തുള്ളവരാണ് അംബിയാ മുർസലങ്ങളെല്ലാം. അത് സമ്മതിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ പറഞ്ഞു, തിൽക റുസുലു ഫളൽനാ ബഅദഹും അലാ ബഅദ്. മഹാന്മാരായ അംബിയാ മുർസലികൾ എല്ലാവരും കമാലിയത്തുള്ളവരാണ്. എന്നാൽ ചിലരെക്കാൾ നമ്മൾ ആദരവ് കൊടുത്ത് ഫളീലത്ത് കൊടുത്തിട്ടുണ്ട്. വറഫഅ ബഅദഹും ദറജാത്ത് എന്ന് പറഞ്ഞ ആ ബഅദ് മുഫസ്സിരീങ്ങളുടെ ഇജ്മാഅണ്. ഹബീബ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അപ്പോ അതിൽപ്പെട്ട ആ ബഅദാവുന്ന മഹാനെ എണ്ണിയാലൊടുങ്ങാത്ത ദറജ ഞാൻ ഉയർത്തിയിരിക്കുന്നു. അപ്പൊ അവരൊക്കെ കമാലിയത്താ. നബിമാർക്ക് കുറവ്, ഐബ്, പോരാത്തരം വരുത്തുന്ന നിലക്ക് തഫ്ദീൽ ചെയ്യാൻ പാടില്ല, ഹറാമാണ്, വിരോധിക്കപ്പെട്ടതാണ്. അതല്ല, അവരെല്ലാം കാമിലീങ്ങളും മുക്കമ്മലീങ്ങളുമാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് എല്ലാവരും തുല്യരല്ല, വ്യത്യസ്ത പദവിയുണ്ട്. ആ കൂട്ടത്തിൽ ഹബീബിന്റെ ഇൽമുകളെ നോക്കുമ്പോൾ അവിടത്തേക്ക് നൽകപ്പെട്ട ഇൽമിന്റെ ചെറിയൊരു ഭാഗത്തും പോലും ഈ മഹാന്മാരായ അംബിയാ മുർസലുകൾക്ക് നൽകപ്പെട്ടിട്ടില്ല. എത്രയായിരിക്കും ആ ഇൽമിന്റെ വലുപ്പോ? നമ്മൾ അതൊന്ന് ചിന്തിച്ചു നോക്കിയാൽ ഒരു പുറത്തും കിട്ടൂല. അല്ലാഹ് പറയാണേ, വഅല്ലമക മാലം തകുൻ തഅലം വകാന ഫളലുല്ലാഹി അലൈക അളീമാ. എന്താ അല്ലാഹ് പറഞ്ഞാൽ ഞാൻ അതിന്റെ അപ്പുറം ഒരാൾക്ക് പറയാണ്ടോ? വഅല്ലമക, ഹബീബായ നബിയെ, തങ്ങൾക്ക് അറിവ് പഠിപ്പിച്ചു തന്നു. എന്ത്? മാലം തകുൻ തഅലം, അങ്ങേക്ക് അറിയാത്ത എന്തൊക്കെ ഉണ്ടോ അത് മുഴുവനും പഠിപ്പിക്കപ്പെട്ടു കഴിഞ്ഞു. ഖുർആനാ പറയുന്നത്. എന്നിട്ട് പറയാ 10 കിതാബോധിയ ഇൽമല്ല, മറിച്ച് വകാന ഫളലുല്ലാഹി അലൈക അളീമാ. ഹബീബായ നബിയെ, അല്ലാഹു അങ്ങേക്ക് ചെയ്തു തന്ന ഔദാര്യം മഹാനായ റബ്ബ് മഹത്തരം എന്ന് പറയാൻ മാത്രം മഹത്തരമാണ്. അള്ളേ പറയുന്നത് ഫളലുല്ലാഹി അലൈക അളീമാന്ന്. റബ്ബാണ് അലീം. ആ അലീമായ റബ്ബ് അലീം എന്ന് പറയണമെങ്കിൽ എത്രമാത്രം മഅ്ലുമത്ത് ഉണ്ടാവണം നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ അള്ളാഹ് പറഞ്ഞതാണ് ഈ ഇൽമ്. അള്ളാഹിന്റെ ഹബീബിന് നൽകപ്പെട്ട ഇൽമ് അള്ളാഹ്ക്കല്ലാതെ കണക്കാക്കാൻ കഴിയില്ല. അള്ളാഹുവിന്റെ പടപ്പുകളിൽ മറ്റൊരാൾക്കും അങ്ങനെ ഒരു ഇൽമ അള്ളാഹു തആല കൊടുത്തിട്ടില്ല. അത് ഖുർആൻ സാക്ഷിയാണ്. മാത്രമല്ല ഹദീസിലും, സഹിയായ ഹദീസിലും അങ്ങനെയാണ്. ഒരിക്കൽ സ്വപ്നത്തിലായി റബ്ബുൽ ഇസ്സത്ത് തമ്പുരാനെ കണ്ടതായി ഒരു ഹദീസിൽ കാണാം. റബ്ബുൽ ഇസ്സത്ത് തമ്പുരാനെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വപ്നത്തിൽ ദർശിക്കുകയും ആ സ്വപ്നത്തിൽ അള്ളാഹു തമ്പുരാൻ ഹബീബിനോട് ചോദിക്കുന്നു, യാ മുഹമ്മദ് ഫീമ യഖ്തസിമുൽ മലഉൽ അഅല, മലഉൽ അഅലയാവുന്ന മലായിക്കത്ത് ഏത് വിഷയമാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അല്ലാഹു അഅലം. തമ്പുരാനെ, അക്കാര്യം നീ എനിക്ക് അറിയിച്ചു തന്നെങ്കിലല്ലേ എനിക്കറിയൂ, എനിക്കല്ലല്ലോ, നിനക്കല്ലേ എല്ലാം അറിയുന്നവൻ എന്ന് പറഞ്ഞപ്പോൾ റബ്ബു യമീനഹു അലാ സദരി, റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ പ്രത്യേകമായിരിക്കുന്ന ബറക്കത്ത്, അതാണ് യമീൻ, അള്ളാഹുവിന്റെ പ്രത്യേകമായിരിക്കുന്ന ബറക്കത്ത് എന്റെ ഹൃദയത്തിന്റെ ഭാഗത്തേക്ക്, എന്റെ നെഞ്ഞിലേക്ക് ഇട്ടു തന്നു. ആ ബറക്കത്ത് കേട്ട് ലഭിച്ചതോടുകൂടി ഹബീബ് പറയാ, അടുത്ത വാക്ക് അടിവരയിട്ട് പഠിക്കണം, ഫഅലിംതു കുല്ല ശൈ. കേട്ടോ, ഫഅലിംതു കുല്ല ശൈ. റബ്ബിന്റെ യമീൻ എന്ന് പറയുന്ന മഹത്തായ ബറക്കത്ത് എന്റെ നെഞ്ഞിലേക്ക് ഇങ്ങോട്ട്
വെച്ചപ്പോൾ റബ്ബിന്റെ പ്രത്യേകമായ ബറക്കത്താണ് യമീൻ യമീൻ എന്ന് പറയുന്നത്. ആ റബ്ബിന്റെ പ്രത്യേക ബറക്കത്ത് എന്റെ നെഞ്ഞിലേക്ക് ഇങ്ങോട്ട് വെച്ചപ്പോ ഞാൻ എല്ലാം അറിഞ്ഞു. ഫഅലിംതു കുല്ല ശൈ, അങ്ങനെ തന്നെ കുല്ല ശൈ, എല്ലാം ഞാൻ അറിഞ്ഞു. അതന്നെ വഅല്ലമക മാ ലം തകുൻ തഅലം വകാന ഫദ്ലുല്ലാഹി അലൈക അളീമാ. ഹബീബായ നബിയെ, തങ്ങൾക്ക് അറിയാത്ത എല്ലാം റബ്ബ് തങ്ങൾക്ക് പഠിപ്പിച്ചു തന്നു. തങ്ങൾക്ക് അല്ലാഹു ചെയ്തു എന്ന ഫദ്ല് വല്ലാത്ത മഹത്തരമാണ്. അതുകൊണ്ടാണ് മഹാന്മാരായ അംബിയാ മുർസലുകളുടെ ഇൽമ്, അവിടുത്തെ ഏറ്റവും ചെറിയ ഒരു ഇൽമ് പോലും എന്റെ അടുത്തേക്ക് പോലും അവർക്കാർക്കും എത്താൻ കഴിഞ്ഞിട്ടില്ല. അവർ മോശക്കാരാണ് എന്ന അർത്ഥത്തിനല്ല. ഹബീബിന് കൊടുത്തത് കണക്കാക്കാൻ ഹബീബിന് പോലും അത് കണക്കാക്കി പറയാതെ റബ്ബ് സുബ്ഹാനഹു വ തആല അറിയാത്ത എല്ലാം അറിയിച്ചു കൊടുത്തു. ഫഅലിംതു കുല്ല ശൈ, എല്ലാം ഞാൻ അറിഞ്ഞു എന്നവിടുന്ന് പറഞ്ഞു. വലാ കറമിൻ, അതുപോലെ തന്നെ ഇൽമ് അത് ഫദ്ലാണ്, എന്നാൽ ഫവാദിലാണ് കർമ്മ. ഔദാര്യത്തിൽ ആ ഹബീബിന്റെ ഔദാര്യം, ലോകത്തെ ഏറ്റവും വലിയ ഔദാര്യവന്മാരാവുന്ന മഹത്തുക്കളായ അംബിയാ മുർസലുകൾ, ആ അംബിയാ മുർസലുകൾ എണ്ണിയാലൊടുങ്ങാത്ത ഔദാര്യത്തിന്റെ ഉടമകളാണെങ്കിൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചെറിയൊരു ഔദാര്യത്തോട് സമീപിക്കാൻ പോലും അല്ലാഹുവിന്റെ അമ്പിയാക്കന്മാർക്ക് പോലും സാധിച്ചിട്ടില്ല. എന്നിട്ടല്ലേ ലോകത്ത് അല്ലാഹുവിന്റെ ബാക്കി സൃഷ്ടികൾ, മലായിക്കത്തും ഔലിയാക്കന്മാരും മഹത്തുക്കളും എല്ലാവരും കൂടിയാലും അള്ളാഹുവിന്റെ അംബിയാ മുർസലുകളുടെ പദവി എത്തുന്നില്ല. എങ്കിൽ ആ അള്ളാഹുവിന്റെ അംബിയാ മുർസലുകൾക്ക് മുഴുവൻ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കറമ ഔദാര്യം കൊള്ള നോക്കുമ്പോൾ അവരുടെ മുഴുവൻ ഔദാര്യവും ഹബീബിന്റെ ചെറിയൊരു ഔദാര്യത്തിന്റെ അടുത്തു പോലും എത്താൻ കഴിയില്ല. അത്ര വലിയ ഇൽമും കറമും ഉടയവരാണ്. അങ്ങ് അത്രമാത്രം സൃഷ്ടിപ്പിലും സ്വഭാവത്തിലും അംബിയാ മുർസലുകളെക്കാളും മേലെയായവരാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അത് വിശദീകരിച്ചുകൊണ്ട് പറയുകയാണെങ്കിൽ ഒരു ചുരുങ്ങിയ ഒരു കുറഞ്ഞ ജാഹില, എന്നെ പോലത്തെ ഒരു ജാഹില് പറയുകയാണെങ്കിൽ ഒരാഴ്ച പറയാം. അപ്പൊ ആ ഒരൊറ്റ വെയ്ത്ത് മതി. വിവരമുള്ളവര് പറയുകയാണെങ്കിൽ അത് എടുത്താൽ തീരാത്ത നിധിയാണത്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളാരും അറിഞ്ഞിട്ടില്ല. പ്രിയപ്പെട്ടവര്, നമ്മൾക്കാർക്കും അറിയാനൊട്ട് കഴിയുകയില്ല. എന്നാലും നമ്മൾ ഒരു കാര്യം, നമ്മൾക്ക് പിടിച്ചാൽ കിട്ടാത്ത, നമ്മുടെ കയ്യെത്താത്ത, വളരെ അകലെ നിൽക്കുന്ന ഒരു വല്ലാത്ത പ്രശോഭിതമായ പൂർണ്ണസൂര്യനും ചന്ദ്രനുമാണ് അവിടുന്ന് എന്നും അവിടത്തോട് അടുക്കാൻ ആഗ്രഹിക്കുന്നത് തന്നെ മഹത്തരമാണ് എന്ന് മനസ്സിലാക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക? നമുക്ക് അവിടുത്തെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല, ആ ഹദറത്തിലേക്ക് സമീപിക്കാൻ പോലും നമുക്ക് കഴിഞ്ഞിട്ടില്ല എന്ന നമ്മുടെ തഖ്സീർ ഏറ്റുപറഞ്ഞുകൊണ്ട് ആ ഹബീബിന്റെ കമാലിയത്ത് അംഗീകരിക്കുക. അതാണ് ഈമാൻ. അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. മാത്രമല്ല, അവരെക്കാൾ സൃഷ്ടിപ്പിലും സ്വഭാവത്തിലും മേലെയായി എന്ന് മാത്രമല്ല, ഇൽമിലും കറമിലും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അടുക്കാൻ പോലും അവർക്ക് കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രവുമല്ല, അതിന്റെ തെളിവായിട്ട് വേണമെങ്കിൽ കുല്ലുഹും മിർ റസൂലില്ലാഹി മുൽതമിസു ഗർഫം മിനൽ ബഹരി ഔ റശഫം മിനദ്ദിയമി. സമയം പാടായില്ലേ? അഭിച്ചാല് എത്തുവോ? വല്ല വലിയ 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 ആഴത്തിലുള്ള മദ്ഹികളിലേക്കാണ് കടന്നിട്ടേ ഉള്ളൂ. അതുകൂടി വായിക്കലേ, അല്ല ഞാനിപ്പോ സമയം ഇതിപ്പോ അടുത്ത കാലത്ത് തേടി എത്തൂല. വകുല്ലുഹും, ഈ മഹാന്മാരായ അള്ളാഹു ആദരിച്ച മഹത്തുക്കളായ അംബിയാ മുർസലുകളും മുഴുവനും മിർ റസൂലില്ലാഹ്. കണ്ടോ, ഒരു വിഷയത്തിൽ ഫർദ് കാമിലാവുമ്പോ ആളെ പേര് അറിയണ്ടാന്നാണ്. പണ്ട് പറഞ്ഞില്ലേ, കേരളത്തിൽ ഉസ്താദ് എന്ന് പറഞ്ഞാൽ AP ഉസ്താദാണ് അറിഞ്ഞ്. ലക്ഷക്കണക്കിനായ ഉസ്താദന്മാര് കേരളത്തിലുണ്ട്. അങ്ങനെ അലൽ ഇത്ലാഖ് ഉസ്താദ് എന്ന് പറഞ്ഞാല് AP ഉസ്താദാണ് എന്ന് പറഞ്ഞതുപോലെ ലക്ഷത്തിലധികം നബിമാര് അല്ലാഹു തആല അയച്ചിട്ടുണ്ട്. എന്നാൽ നബി എന്ന് ഒറ്റവാക്ക് പറഞ്ഞാല് അത് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അതുപോലെ 313 മുർസലീങ്ങൾ അല്ലാഹു തആല അയച്ചിട്ടുണ്ട്. റസൂൽ എന്ന് ഒറ്റവാക്കിൽ പറഞ്ഞാൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അതാ മിർ റസൂലില്ല, അള്ളാന്റെ റസൂല്. അള്ളാന്റെ റസൂൽ എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും അള്ളാന്റെ റസൂല്, അല്ലെങ്കിൽ 313 ആളുകളും അള്ളാന്റെ റസൂല് തന്നെയാണ്. പക്ഷേ അങ്ങനെ കൂട്ടാതെ, കൂട്ടുപേരില്ലാതെ ഒറ്റവാക്കിൽ റസൂല് എന്ന് പറഞ്ഞാൽ
അത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിന്റെ കാരണം അറബി സാഹിത്യത്തിൽ ഒരു ശൈലിയുണ്ട്, ഇത്രാക്കിന്റെ സമയത്ത് ഏതും ഫർദ് കാമിലേക്കാണ് മടങ്ങുക എന്ന് പറഞ്ഞാൽ, പ്രത്യേകിച്ച് വർണ്ണനകളൊന്നും ഇല്ലാതെ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഈ വിഷയത്തിൽ ഏറ്റവും പൂർണ്ണ വ്യക്തിത്വം ആരോ അവരിലേക്ക് വരികയാണ്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ന് ഒറ്റവാക്കിൽ പറഞ്ഞാൽ അത് ഹബീബ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു. കാരണം എന്താ, റസൂല് എന്ന കാറ്റഗറിയിൽ ഏറ്റവും പരിപൂർണനായ സമ്പൂർണ്ണൻ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അതുകൊണ്ട് വകുല്ലുഹും, ഈ നബിമാരെല്ലാവരും തന്നെ മിർ റസൂലില്ലാഹ്, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാവുന്ന അള്ളാഹുവിന്റെ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നും മുൽത്തമിസുൻ, കണ്ടോ, അത് അമ്പിയാക്കന്മാരോട് അദബ് പാലിച്ചതാണ്. സായിലുൻ എന്ന് പറയാ, അത് വേണ്ട. ആ നബിമാര് എന്നുള്ളവർക്ക് അവരൊക്കെ ഉന്നത സ്ഥാനീയരും മഹത്തായ പദവിയുള്ളവരുമാണല്ലോ. അതായത് മേലേ പദവിയിലുള്ള ആളോട് താഴെ പദവിയിലുള്ള ആള് ചോദിക്കുന്നതിന് ദുആ എന്ന് പറയാം. അത് ഏറ്റവും മേലുള്ള റബ്ബാണ്, അടിമകൾ ഏറ്റവും താഴെയുള്ളവരാണ്. ആ ചോദിക്കുന്നതിന് ദുആ എന്ന് പറയും. അതേ സമയത്ത് മേലെ പദവിയിലുള്ള ആള് താഴെ പദവിയിലുള്ള ആളോട് ഒരു കാര്യം ആവശ്യപ്പെടുന്നതിന് പറയാം അമ്ര് എന്ന. രണ്ടും ഒരേ പദം തന്നെയായിരിക്കും ഉപയോഗിക്കുക, ഒറ്റ പദമാണ് രണ്ടും ഉപയോഗിക്കുക. ദുആഇന് താഴെയുള്ള ആള് മേപ്പോട്ട് ഉപയോഗിച്ച പദവും മേലുള്ള ആള് താഴെയുള്ളോട് ഇങ്ങോട്ട് അമ്രായിട്ട് കൽപ്പിച്ചതും രണ്ടും പദം ഒന്നാണ്. പക്ഷേ സന്ദർഭത്തിൽ നിന്ന് മേലെന്ന് കീഴ്പ്പെട്ടുള്ളതാണെങ്കിൽ അമ്രെന്നും താഴെന്ന് ഏറ്റവും മേലോട്ടുള്ളതാണെങ്കിൽ അതിന് ദുആഇന്നും പറയും. എന്നാൽ സമശീർഷരായ ഏകദേശം സമാനന്മാരായ കൂട്ടുകാരോടുള്ളതാണെങ്കിൽ ഇൽത്തിമാസ് എന്നാ പറയാം. ഉപയോഗിക്കുന്നത് മൂന്നും തിന്മ. അപ്പൊ അംബിയ മുർസലുകൾ അപേക്ഷിക്കുന്നു, തേടുന്നു, ചോദിക്കുന്നു എന്നൊക്കെയാണ് അർത്ഥം. അതിന് പിന്നെ അമ്പിയാക്കന്മാരോട് അദബ് പാലിച്ചുകൊണ്ട് മുൽത്തമിസ് എന്ന് പറഞ്ഞു, ആവശ്യപ്പെടുന്നു, തേടുന്നു എന്നർത്ഥം. എന്തിനെ തേടുന്നു? ഓർഫൻ, ഒരു കോരൽ. ഓർഫൻ ഒരു കോരൽ, കൈകൊണ്ട് കൈക്കുമ്പിളിൽ കോരിയെടുക്കുന്ന ഇതിനാ വെള്ളം പോലുള്ളതിനാണ് ഓർഫ് എന്ന് പറയാം. ഇത്രാഫിൽ നിന്നിട്ട് വരുന്നതാണ് ഓർഫ്. എന്തിൽ നിന്ന്? മിന്നൽ ബഹരി, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇൽമാവുന്ന ബഹറിൽ നിന്നിട്ട്, അതല്ലെങ്കിൽ അവിടുത്തെ ഔദാര്യമാവുന്ന കറമാവുന്ന കടലിൽ നിന്നിട്ട് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇൽമിനെ അറ്റം കാണാത്ത കടലിനോട് സാമ്യപ്പെടുത്തി. അതുപോലെ തന്നെ അറ്റമില്ലാത്ത അവിടുത്തെ കറമിനെ, ഔദാര്യത്തെ വലിയ ആഴം കാണാത്ത, അതിർത്തി കാണാത്ത ഒരു കടലിനോട് സമാനപ്പെടുത്തിയിട്ട് അതിൽ നിന്നുള്ള ഒരു കോരൽ, ഈ അറ്റം കാണാത്ത കടലിൽ നിന്നിട്ടുള്ള ഒരു കോരൽ, ആ ഒരു കോരൽ ഇൽമ്, അതല്ലെങ്കിൽ ആ ഒരു കോരൽ ഔദാര്യം ഞങ്ങൾക്ക് കൂടി കിട്ടണമെന്ന് അവരാവശ്യപ്പെടുന്നു എന്ന് പറഞ്ഞാൽ കിട്ടിയത് അവിടുന്ന് കിട്ടിയതാണ്. ആ അമ്പിയാക്കന്മാർക്ക് ഒരുപാട് കിട്ടിയിട്ടുണ്ട് ഇൽമിൽ നിന്നും കറമിൽ നിന്നും. അതൊക്കെ ഹബീബിന്റെ ഇൽമാവുന്ന കറമാവുന്ന കടലുകൊള്ള ചേർത്തി നോക്കിയാൽ എത്രയുള്ളൂ? ഒരു വലിയ കടലിൽ നിന്നും ഒരു കോരൽ കോരിയെടുത്തതുപോലെയുള്ളൂ ഒരർത്ഥം. അതോടുകൂടി ഈ ഒരു കോരൽ തന്നെ എമ്പാടും മതി. പക്ഷെ അത് തന്നെ എവിടുന്ന് കിട്ടിയതാണ്? ഹബീബിൽ നിന്ന് കിട്ടിയതാണ്. കണ്ടോ, ആ ഹബീബിൽ നിന്ന് കിട്ടിയതാണ്. അവിടെ മുഖേനയാണ് അവർക്ക് ഇൽമ കിട്ടുന്നതും കറമ കിട്ടുന്നതും. അപ്പോ ഈ കൊടുത്ത ഈ ഒരു കോരൽ ഉൾപ്പെടെ ഹബീബിൻ്റെതാണ് മുഴുവൻ. ആ കടൽ തന്നെ, ഇൽമാവുന്ന കടൽ തന്നെ, അതേപോലെ കറമാവുന്ന കടൽ തന്നെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അധീനതയിലാണ്. അതിൽ നിന്നിട്ട് ഒരു കോരലാണ് അവരാവശ്യപ്പെടുന്നത്. അപ്പൊ ആ കിട്ടുന്നുണ്ട് ഒരു കോരൽ, ആ കിട്ടിയ കോരൽ തന്നെ ഹബീബിൽ നിന്നിട്ട് കിട്ടിയതാണ്. അതല്ലെങ്കിൽ ഔ റശ്വം മിനദ്ദിയമി, തുള്ളി മുറിയാതെ 24 മണിക്കൂർ നിന്ന് പെയ്യുന്ന ഇടിയില്ലാത്ത മഴ പോലത്തെ അതിനദ്യമ്. ബിദീമത്തിൻ അത്ലായി എന്നൊക്കെ ആ അംസിയബൈത്ത് ഉണ്ടല്ലോ, ബിദീമത്തിൻ അത്ലായി നിരങ്ങനെ കുത്തിച്ചൊരിഞ്ഞുകൊണ്ട് ഇടിയും മിന്നുമില്ലാതെ തിരിമുറിയാതെ നിന്ന് പെയ്യുന്ന മഴ. അങ്ങനെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഔദാര്യത്തെ
നിരന്തരം ഇടമുറിയാതെ പെയ്തുകൊണ്ടിരിക്കുന്ന മഴയോട് ഉപമിക്കുകയാണ്. അവിടെ തന്നെ നോക്കണം സൂക്ഷ്മ. അവിടെയാണ് കഴിവ്, സാഹിത്യകാരന്മാരുടെ കഴിവ് എന്ന് പറഞ്ഞാൽ അവിടെയാണ്. മഴ തന്നെ വലിയ മഴ ഉണ്ടാകുമ്പോൾ കർക്കിടക മാസത്തിലെ മഴ പോലെ, നേരത്തെ ആരോ സ്ക്രീനിൽ എഴുതി കണ്ട് ദുബൈയിൽ കർക്കിടക മാസത്തിലെ മഴ പോലെയാണ്. കർക്കിടക മാസത്തിലെ മഴയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട്, അതറിയാത്ത ആളായിക്കാരാണ് എഴുതിയത്. കർക്കിടക മാസത്തിലുള്ള മഴ എന്ന് പറഞ്ഞാൽ വലിയ ശക്തി ഉണ്ടാവില്ല, ചെറുതായിട്ട് ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കും, ഇടക്കൊന്നുണ്ട് ശക്തി കൂടും, പിന്നെ ഇങ്ങനെ ചെറുതായിട്ട് പെയ്തുകൊണ്ടിരിക്കും, ഇടക്കൊന്നും ശക്തി കൂടും. പക്ഷേ ഇടിയും മിന്നും വല്ലാതെ ഉണ്ടാവും. ഈ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേത് ദീമത്താണ്. ദീമത്തിൽ എന്താന്ന് വെച്ചാൽ ഇടമുറിയാതെ പെയ്തുകൊണ്ടിരിക്കും, എന്നാൽ അതിൽ ഇടി മിന്നും ഉണ്ടാവില്ല. ഇടിയും മിന്നും ഇല്ലാതെ തിരിമുറിയാതെ 24 മണിക്കൂർ പെയ്തെങ്കിലേ ദീമത്ത് എന്ന് പറയുള്ളൂ. അപ്പൊ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിന്റെ പടപ്പുകൾക്ക്, മനുഷ്യനെന്നൊന്നുമല്ല, അള്ളാഹുവിന്റെ മഖ്ലൂഖാത്തിൽപ്പെട്ട മഖ്ലൂഖീങ്ങൾക്ക് അവിടുത്തെ ഔദാര്യം തിരിമുറിയാതെ രാപ്പകലില്ലാതെ വർഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അള്ളാഹുവിന്റെ മഖ്ലൂഖാത്തുകളിൽപ്പെട്ട എല്ലാ മഖ്ലൂഖുകൾക്കും ഉമാർ സല്ലാക്ക് ഇല്ല റഹ്മത്തുൽ ലിൽ ആലമീൻ അള്ളാഹ് പറഞ്ഞതാണല്ലോ. ലോകത്തിൽ അള്ളാഹിന്റെ പടപ്പുകൾക്ക് മുഴുവനും റഹ്മത്തായിട്ട് മാത്രമാണ് അയക്കപ്പെട്ട ആ റഹ്മത്താവുന്ന മഴ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നിട്ട് രാപ്പകലില്ലാതെ ഇടമുറിയാതെ കോരിച്ചെരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ കൂട്ടത്തിൽ ഇടിയില്ല, മിന്നില്ല, അതുകൊണ്ട് പേടിയില്ല, ഭയമില്ല. സുഖസുന്ദരമായ സുഖശീതളമായ ആ മഴത്തുള്ളികൾ പോലെയുള്ള അവിടുത്തെ സ്നേഹമസൃണമായ കാരുണ്യം ലോകത്ത് വർഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൽ നിന്ന് ഒരു ഈമ്പല് മാത്രമാണ് അവരാഗ്രഹിക്കുന്നത്. അവർ വലിയ ഔദാര്യവാന്മാരാണ്. അല്ലാഹ് അമ്പിയ മുർസലുകളിലും ഉമ്മത്തിന് വലിയ ഔദാര്യം ചെയ്യുന്നവരാണ്. പക്ഷേ അവരുടെ ആകെ ഔദാര്യം 24 മണിക്കൂറും തിരിമുറിയാതെ പെയ്തുകൊണ്ടിരിക്കുന്ന മഴയിൽ നിന്നും ചുണ്ടുകൊണ്ട് ഈമ്പിയെടുക്കുന്ന കേവലം ഒരു ഈമ്പലിന് സമാനമേ ആയിട്ടുള്ളൂ. ആരാണ് ഹബീബ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം? ആ ഒരൊറ്റ ബെയ്ത്തും നിങ്ങൾ ഒറ്റയ്ക്ക് ഇരുന്നൊന്ന് ആലോചിച്ച് നോക്കണ്ടേ. അതിനൊക്കെ അർത്ഥം പറഞ്ഞുകൊണ്ട് എവിടെയും തീർക്കാൻ ലോകത്ത് മനുഷ്യരോട് കഴിയോ? എന്താണ് ആ പറഞ്ഞത്? അള്ളാഹുവിന്റെ അതിന് ആദ്യം അമ്പിയാക്കന്മാരെ മനസ്സിലാക്കണം. മൊഹീദ്ദീൻമാരിൽ ഖാദി മുഹമ്മദ് തങ്ങൾ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നതാണ്, അമീറന്മാരുടെ എണ്ണവും വണ്ണവും അറിഞ്ഞാലറിയാമേ സുൽത്താൻമാർ പോരീശ, ആ വണ്ണം നോക്കൂവിൻ ശൈഖന്മാർ പോരീശ, അപ്പോഴറിയാമേ മൊഹീദ്ദീൻ പോരീശ എന്ന് പറഞ്ഞാൽ ഒരു രാജാവിന്റെ ഗാംഭീര്യം മനസ്സിലാക്കാൻ അദ്ദേഹത്തിന്റെ കീഴിലുള്ള ഗവർണർമാരും മന്ത്രിമാരും പ്രഭുക്കന്മാരും അവരുടെ സ്ഥാനവും മഹത്വവും മനസ്സിലാക്കിയാൽ അവരുടെയൊക്കെ മുകളിലുള്ള സുൽത്താൻ എത്ര വലിയ ആളാണെന്ന് മനസ്സിലാക്കാൻ കഴിയും. എന്നതുപോലെ ഖുതുബുൽ അഖ്താബിനെ മനസ്സിലാക്കണമെങ്കിൽ അദ്ദേഹത്തിന്റെ കീഴിലുള്ള ഖുതുബുകളും ഔത്താദുമാരും അബ്ദാലുമാരും ആയ മറ്റു മശായിഖന്മാരുടെ വലിപ്പവും മഹത്വവും മനസ്സിലാക്കിയാലേ ഖുതുബ് അവരുടെ സ്ഥാനം എന്നതുപോലെ അള്ളാഹുവിന്റെ പടപ്പുകളിൽ അവന്റെ മലായിക്കത്തിനേക്കാളും എത്രയോ ഉന്നതന്മാരായ അംബിയ മുർസലുകൾ, അവരുടെ നേതാക്കന്മാരായ ബഹുമാനപ്പെട്ട മുർസലീങ്ങൾ, അവരുടെ നേതാക്കന്മാരായ ഉലുൽ അസ്മുകൾ, ആ ഉലുൽ അസ്മുകൾ ഉൾപ്പെടെയുള്ള മുഴുവനും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇൽമാകുന്ന ബഹറിൽ നിന്നും കൈക്കുമ്പിൾ കൊണ്ടൊരു കൊയ്ക്കുമ്പിൾ കോരിൽ മാത്രമാണ് അവർ പ്രതീക്ഷിക്കുന്നത്. അത് ലഭിക്കുന്നത് ആ ഹബീബിന്റെ മഹാസമുദ്രമാവുന്ന ഇൽമിൽ നിന്നിട്ടാണ് താനും. അതുപോലെ 24 മണിക്കൂറും തിരിമുറിയാതെ നിന്ന് പെയ്യുന്ന മഴ പോലെ രാപ്പകലില്ലാതെ അല്ലാഹുവിന്റെ സൃഷ്ടികളിലേക്ക് വർഷിച്ചു കൊണ്ടിരിക്കുന്ന അവിടുത്തെ കറമ് ഔദാര്യത്തിൽ നിന്നും ചുണ്ടുകൊണ്ടൊരു ഈമ്പലാണ് ആ മഹാന്മാരായ അംബിയ മുർസലുകൾക്ക് തന്നെ എത്തിയത്. എങ്കിൽ ആ ഹബീബിന്റെ ഹഖീഖത്ത് ഈ ലോകത്ത് ആർക്കാണ് അറിയാൻ കഴിയുക? മാഷാ അല്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. സ്വന്തം ചിന്തിക്കാൻ വിട്ട് ഞാൻ ആ ഭാഗം നിർത്തുകയാണ്. സമയം കുറച്ചധികം നീണ്ടുപോയി. കുറെ മുന്നോട്ട് പോകണം കരുതിയിരുന്നു, പക്ഷേ നീക്കിയിട്ട് തീരെ നീങ്ങണില്ല. എന്തെങ്കിലും കുറച്ചൊന്നും പറയാതെ അങ്ങനെയാണ് നിർത്തി പോകുന്നതിന് ഒരു ഓലമില്ലല്ലോ. പിന്നെ ഇനി 40ാമത്തെ വയസ്സ് മുതൽ ഇൻഷാ അല്ലാഹ് റബ്ബ് തൗഫീഖ് ചെയ്തെങ്കിൽ നാളെ വാഖിഫൂന ലദൈഹി ഇൻദ ഹദ്ദിഹി മിൻ നുഖ്തത്തിൽ ഇൽമി ഔ മിൻ ശക്ലത്തിൽ ഹികമി എന്നത് മുതൽ ഇൻഷാ അല്ലാഹ്. സമയം സാധാരണത്തിലൊക്കെ കുറച്ചധികമായി പോയി, 1 മണിക്കൂർ സമയമായി ഇന്നത്തെ ക്ലാസ്. അതിന് എന്തെങ്കിലും സുഹൃത്തുക്കള് അത്യാവശ്യമായ എന്തെങ്കിലും കാര്യങ്ങൾ സംശയം ചോദിക്കാനുണ്ടെങ്കിൽ കുറച്ച് സമയം അതിലേക്ക് ഉപയോഗിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബിനെ പരമാവധി പഠിക്കാനും മനസ്സിലാക്കാനും അവിടുത്തെ അറിഞ്ഞ് സ്നേഹിക്കാനും സ്നേഹിച്ച് അവിടുത്തെ പിന്തുടരാനും റബ്ബുൽ ഇസ്സത്ത് തമ്പുരാൻ
നമുക്കൊക്കെ തൗഫീഖ് ചെയ്ത് അനുഗ്രഹിച്ച് ആ ഹബീബിലേക്ക് നമ്മെ അടുപ്പിക്കുകയും ഉയർത്തുകയും ചെയ്യുമാറാകട്ടെ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് നിർത്തുകയാണ്. ഇനി എന്തെങ്കിലും ചോദിക്കാനുള്ള ആളുകൾ ഉണ്ടെങ്കിൽ ഒക്കെ വന്നോളി. ആരും കാണാനില്ലല്ലോ. ആളുകളൊക്കെ ഇങ്ങനെ വെറുതെ കുത്തിരിക്കുകയാണോ? ചോദിക്കാനൊന്നും ഇല്ലേക്കും. ഇല്ലെങ്കിൽ നമുക്ക് വേറെ സലാത്തിൽ നിർത്താം. ചോലി ഉസ്താദിനെ അഞ്ഞ് ബാക്കിയുള്ളത് വളരെ ഏൽപ്പിച്ചിട്ട് മൈക്കൂട്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഉസ്താദിന്റെ ചോദ്യം ഞാൻ ഇവിടെ പറയുന്നത് കേട്ടതാണ്. ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സൗന്ദര്യം എന്ന് പറഞ്ഞാൽ അത് മൊത്ത സൗന്ദര്യത്തിന്റെ പകുതി ഭാഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും അതിന്റെ കാലുഭാഗം ഈസു നബി അലൈഹി ഇസ്ലാമിൽക്കും പിന്നെ കാലുഭാഗം മൊത്തം ജനങ്ങൾക്കാണ് കൊടുത്തിട്ടുള്ളത് എന്ന് ഞാൻ പറയുന്നതായി കേട്ടിട്ടുണ്ട്. അത് അങ്ങനെ തന്നെയാണോ എന്ന് ഉസ്താദ് പറഞ്ഞു തന്നാലും. അസ്സലാമു അലൈക്കും. അങ്ങനെയല്ല, തെറ്റാ വരുന്നുണ്ട്. മുനസ്സഹുൻ അൻ ശരീകിൻ ഫീ മഹാസിനിഹി ഫജൗഹറുൽ ഹുസ്നി ഫീഹി ഗൈറു മുൻഖസിമി എന്ന് ഇൻഷാ അല്ലാഹ് അടുത്ത പാഠത്തിൽ ബാക്കി വരുന്നുണ്ട്. അതിൽ പറയുന്ന വിഷയമാണ്. ഏതായാലും ഇപ്പൊ അത്ര മനസ്സിലാക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സൗന്ദര്യത്തിൽ മറ്റാർക്കും ഷെയർ ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സൗന്ദര്യം സമ്പൂർണ്ണമാണ്. അതിൽ മറ്റൊരാൾക്കും ഷെയർ ഇല്ല. യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ സൗന്ദര്യം എന്ന് പറഞ്ഞാൽ ആദം നബി അലൈഹി ഇസ്ലാമിന്റെ സൗന്ദര്യത്തിന്റെ പകുതിയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എൻ്റെ ഒരു സുഹൃത്തിനും വേണ്ടിയാണ്. പിന്നെ ഈ കുട്ടികൾക്ക് മുഹമ്മദ് യാസീൻ എന്ന് പേരിടുന്നതുകൊണ്ട് വല്ല കുഴപ്പമുണ്ടോന്നാണ്. അതായത് 2 പേര് റസൂലുള്ളാഹിന്റെ പേരാണ് എന്തോ പറഞ്ഞ് നാട്ടുകാരെ വിളിച്ച് പറയാമെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ഇടുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ? ഈ കുട്ടിന്റെ പേര് മുഹമ്മദ് യാസീൻ എന്നാണ്. അപ്പൊ രണ്ടും കൂടി ഇടുന്നത് ബുദ്ധിമുട്ട് കുഴപ്പമുണ്ടോ എന്നുള്ള അറിയാൻ വേണ്ടി. അസ്സലാമു അലൈക്കും. കുഴപ്പമൊന്നുമില്ല. പക്ഷെ അതിന്റെ ആവശ്യമുണ്ടോ? മുഹമ്മദ് എന്നിട്ടാൽ തന്നെ മുന്തിയ പേരാ. അള്ളാഹുവിന്റെ അസ്മാവ് കഴിച്ചാൽ ഏറ്റവും ഷറഫാക്കപ്പെട്ട പേരാണ് മുഹമ്മദ് എന്നതും അഹ്മദ് എന്നതും. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്ഥാനപ്പേര് ബഹുമാന പേരുകളിൽ പെട്ടത് തന്നെയാണ് യാസീൻ എന്നതും തോഹ എന്നതും അതുപോലെ ഒരുപാട് പേരുകൾ. രണ്ടുകൂടി കൂട്ടി പറഞ്ഞോളന്നില്ല. നമ്മളെ ആളുകൾ, ചില ആളുകളൊക്കെ അങ്ങനെ ചെയ്യുന്ന കാണാം. അതിന്റെ ആവശ്യമുണ്ടെന്ന് തോന്നില്ല. ഈപ്പെട്ട ഒരു പേര് നിങ്ങൾ നോക്കിയാണ്. ഇവിടെ അറബികളെടുത്ത് ഇവിടെ എവിടെയെങ്കിലും റെസർ ചെയ്യാൻ ചെന്നാൽ 2 പേരുണ്ടായാലും സമ്മതിക്കൂല. ഒന്ന് വാപ്പാനും ഒന്ന് മോൻ്റെ. മുഹമ്മദ് യാസീൻ എന്ന് പേരിട്ട് കണ്ട് കൊടുത്താല് ഇവര് 2 പേരൂടി എന്തായാലും വിളിക്കൂല. ഇവർക്ക് പിന്നെ പട്ടിക തേക്കണമെങ്കിൽ 4 വേണം. മനസ്സിലായില്ലേ? ഈ 4 ഒപ്പിച്ചു കൂട്ടലൊക്കെ ആ രസം ഉണ്ടാവും. ഇത് പേപ്പർ വായിച്ചവർക്ക് തിരിയ ഒപ്പിച്ചു കൂട്ടാം. അങ്ങനെ അടുത്തോടത്ത് നിങ്ങൾ അറബികളുടെ ഏത് സ്ഥലത്ത് കൊണ്ടുപോയിട്ട് റെജിസ്റ്റർ ചെയ്യുന്നോടത്ത് മുഹമ്മദ് യാസീൻ എന്ന് പറഞ്ഞാല് യാസീന്റെ മകൻ മുഹമ്മദ് എന്ന് ഒരർത്ഥം വെക്കുള്ളൂ. എന്നിട്ട് മുഹമ്മദ് എന്ന് ഇയാളെ പേര് യാസീൻ എന്ന് പറഞ്ഞാൽ ഇയാളെ ബാപ്പാന്റെ പേര് വെച്ച് കൂട്ടുള്ളൂ. നമ്മളെ ആൾക്കാർ പിന്നെ 3ഉം 4ഉം ഒക്കെ ഇങ്ങോട്ട് ചൊറുക്ക് കൂട്ടാൻ വേണ്ടിയിട്ട് ഇടുകയാണ്. അതിന്റെ ആവശ്യമില്ല. എന്നാൽ തെറ്റ് എന്ന് പറയാനോട്ട് പറ്റൂല. മുഹമ്മദ് യാസീൻ എന്ന് പേരിട്ട തെറ്റൊന്നുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 2 പേര് വിളിച്ചു എന്നേ ഉള്ളൂ. പക്ഷെ എപ്പോഴും ഖൈറ് ഒറ്റ പേരാക്കുന്നതാണ്. അതാണ് നല്ലത്. ഇനി ഒരാളങ്ങനെ ഇട്ടാൽ അത് തെറ്റൊന്നുമല്ല. ഓക്കെ.